നമ്മുടെ കമന്റിൽ നിരവധി പേര് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് മദ്ഹബുകളെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതെ, മദ്ഹബുകളും തുരീഖത്തും തസവുഫും അങ്ങനെ ഒരുപാട് വന്നിരുന്നു. അപ്പൊ ഈ മദ്ഹബിനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാം ഒന്നേ ഉള്ളൂ, ഖുർആൻ ഒന്നേ ഉള്ളൂ, അന്ത്യപ്രവാചകൻ ഒന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് 4 വ്യത്യസ്ത മദ്ഹബിന്റെ ആവശ്യം? ഈ മദ്ഹബ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്? ഇതൊക്കെ അറിയണമെന്നുണ്ടെന്നാണ് ഒരുപാട് ആളുകൾ. ഈ 4 സ്കൂൾ ഓഫ് തോട്ട്സ് നമ്മൾ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യേണ്ടതുണ്ടോ? പിന്നെ പലപ്പോഴും നമ്മൾ ആവശ്യ സമയത്ത് നമുക്ക് മദ്ഹബ് മാറാൻ പറ്റുമോ? ഇപ്പോൾ നോമ്പിലൊക്കെ ആയതുകൊണ്ട് ആദ്യ ദിവസം തന്നെ മാലക്കി മദ്ഹബ് പ്രകാരം നിയത്ത് വെച്ചാൽ പോരെ, തവാഫിന്റെ സമയത്തൊക്കെ അങ്ങനെ എന്താ പറയുക, ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഷാഫി മദ്ഹബാണ്, ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ ഹനഫി മദ്ഹബാണ്, ഗൾഫിൽ വന്നപ്പോൾ ഹംബലി മദ്ഹബാണ്. അങ്ങനെ ഒരുപാട് എവിടെയൊക്കെയാണ് ഈ മദ്ഹബുകൾ കൂടുതൽ ഭൂരിപക്ഷ പ്രദേശമുള്ളത്, ഓരോ മദ്ഹബുകാരും എവിടെയാണ് ഓരോ മദ്ഹബുകാരും താമസിക്കുന്നുള്ളത്, ഇങ്ങനെ ഒരുപാട് ആള്. അതേപോലെ വഹാബി പ്രത്യയശാസ്ത്രത്തിൽ എന്തുകൊണ്ട് അവർ മദ്ഹബിന് വിശ്വസിക്കുന്നില്ല? അതുപോലെ നമ്മളിപ്പോഴുള്ള സൗദി അറേബ്യയിൽ ഇവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മദ്ഹബ് അംഗീകരിക്കുന്നുണ്ടോ, ഉണ്ടോ? അപ്പോൾ ഇതിനെപ്പറ്റി മൊത്തം സാധാരണക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു വിഷയമാണ് ഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് വ്യക്തമായിട്ട് ആളുകൾക്ക്, പ്രേക്ഷകർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ മദ്ഹബുകൾ ഉണ്ടായത്? മാഷാ അല്ലാഹ്. ആദ്യമായി ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഈ 4 പ്രമാണങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിലുള്ളത്. ഇതിൽ ഖുർആൻ സുന്നത്ത് എല്ലാവർക്കും അറിയാം. ഇജ്മാ എന്നാൽ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായത്തിനാണ് ഇജ്മാ എന്ന് പറയുക. ഇതും നമ്മൾ അംഗീകരിക്കൽ നിർബന്ധമാണ്. മറ്റൊന്ന് ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യുക എന്നാണ്. ഒരു പുതിയ വിഷയമുണ്ടായാൽ, ഇപ്പോൾ ക്ലോണിങ് എന്ന് പറഞ്ഞ ഒരു വിഷയം, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശു. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശിശു വരുമ്പോൾ അതിൻ്റെ വിധി എന്താണെന്ന് മുമ്പ് എന്തെങ്കിലും ഒരു മസ്അല, അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ അടിസ്ഥാനത്തോട് തുലനം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഖിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 അടിസ്ഥാനങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിലുള്ളത്. മദ്ഹബ് എന്നാൽ വഴി എന്നാണ് അർത്ഥം. ദഹബ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിയില്ല, പോയി എന്നുള്ള അർത്ഥത്തിന്. അപ്പോൾ ഓരോ പണ്ഡിതന്മാരും അവരവരുടെ കാഴ്ചപ്പാടിലൂടെ വ്യത്യസ്ത സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് പോകുന്നതിനാണ് മദ്ഹബ് എന്ന് ഉപയോഗിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം വിശാലമായി ചിന്തിക്കുവാനും വിശാല മനസ്സോടെ ആളുകളെ ഉൾക്കൊള്ളുവാനും അനുവദിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ അഇമ്മത്തിനിടയിലുള്ള ഇഖ്തിലാഫുകൾ. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ സാധാരണ പറയാറുണ്ട്. എൻ്റെ ഇമാമിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഉമ്മത്തിന് റഹ്മത്താണെന്ന് സാധാരണ പറയപ്പെടാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ തന്നെ നസ്സായ കാര്യങ്ങളും ഉണ്ടാകും, നസ്സല്ലാത്ത കാര്യങ്ങളും ഉണ്ടാകും. നസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി സ്പഷ്ടമായിട്ട് ഖുർആൻ തന്നെ പറയും, പോലെ. അതെ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നത് വ്യക്തമായ കാഴ്ചപ്പാടാണ്, ആർക്കും സംശയമില്ല. അതെ, അത് വ്യക്തമായ സൂക്തമാണ്. എന്നാൽ വഉഖറു മുതശാബിഹാത്തുൻ, ചില കാര്യങ്ങൾ ഖുർആനിൽ തന്നെയുള്ള വാക്കുകൾ അത് മുതശാബിഹാത്തായിട്ട് വന്നിട്ടുണ്ട്, അവ്യക്തമായി വന്നിട്ടുണ്ട്. അലിഫ് ലാം മീം പോലെ, ഹാമീം, എന്ന പോലെ ചില കാര്യങ്ങൾ മുതശാബിഹത്തായിട്ട് വരും. അതിന്റെ തഅ്വീൽ ആർക്കും അറിയില്ല. വറാസിഖൂന ഫിൽ ഇൽമിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുകൾക്ക് പോലും അതിന്റെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും അറിയില്ല. എന്നാൽ ചില അവർക്ക് ചില വ്യാഖ്യാനങ്ങളൊക്കെ അവരുടെ അടുത്ത് അവരുടേതായ പഠനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. സ്വഹാബാക്കൾക്കിടയിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉള്ളൊരു സൂക്താണ് വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ എന്ന സൂറത്തുൽ ബഖറ 228-ാമത്തെ സൂക്തം. ഈ സൂക്തത്തിൽ ഖുറൂ എന്ന പദം അത് മെൻസസ് ആണെന്ന് അർത്ഥം വെക്കുന്നു ചില ആളുകൾ, മറ്റു ചില ആളുകൾ ശുദ്ധിയാണെന്ന് അർത്ഥം വെക്കുന്നു. അപ്പൊ ഇങ്ങനെ 2 രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള, ദ്വയാർത്ഥങ്ങളുള്ള, ആംബിക്വിറ്റീസ് വരുന്ന ധാരാളം വാക്കുകൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകും, ഹദീസുകളിൽ ഉണ്ടാവും. അപ്പൊ ഇതിനെ ചൊല്ലിയൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പരിശുദ്ധ ഖുർആൻ ഒന്ന് തന്നെയാണ്, എന്നാലും ഒരേ ആയത്തിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായും ഈ വിഷയത്തിൽ സഹാബാക്കൾക്കിടയിൽ എല്ലാ സഹാബികൾക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഉദാഹരണമായി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഏറ്റവും കൂടുതൽ സഹവസിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ല, ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളാണെന്ന്. ഖറജ്തു അന വ അബൂബക്കർ, ദഹബതു അന വ അബൂബക്കർ ധാരാളം കാണാം. പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു 2ാം സ്ഥാനത്ത് വരും. പക്ഷെ അതേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ചില വിഷയങ്ങളിൽ അവ്യക്തതയുണ്ടായിരുന്നു.
ഇപ്പോൾ ഉദാഹരണം ജദ്ദത്തിന് മീറാസ് കൊടുക്കണം, അഥവാ ഗ്രാൻഡ് മദർ ഇൻഹെറിറ്റൻ്റ് ആവോ, അത് അവർക്ക് അനന്തരാവകാശം ലഭിക്കുമോ എന്ന വിഷയം വന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടായിരുന്നില്ല. അത് മഹാനവറുകൾ പഠിച്ചത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന് മഹറിന്റെ പരിധി നിശ്ചയിച്ചുകൊണ്ട് മദീന മിമ്പറയിൽ നിന്ന് പ്രസംഗിച്ചു. അപ്പോഴാണ് ഒരു സ്ത്രീ എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അധികാരമില്ല. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണോ ഏറ്റവും കൂടുതൽ മഹർ വാങ്ങിയത് ആ മഹർ നമുക്ക് നിശ്ചയിക്കാം. ഇനി ഈ മദീനയിലെ സ്ത്രീകൾ കൂടുതൽ മഹർ ചോദിക്കുന്ന അവസ്ഥ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു. ആ സമയത്താണ് ഒരു പാവപ്പെട്ട സഹോദരി എണീറ്റ് കൊണ്ട് പറഞ്ഞു, ഉമറെ, നിങ്ങൾക്കതിനുള്ള അധികാരമില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്ന് പറയുന്ന സൂറത്തുൻ നിസാഇന്റെ 20-ാം സൂക്തം എടുത്തുകൊണ്ട് ഒരു സഹോദരി പറഞ്ഞു. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, ഇംറഅത്തുൻ അസാബത്ത്, ഒരു പെണ്ണ് സത്യം പറഞ്ഞു, റജുലുൻ അഖ്ത, ഉമർ റളിയല്ലാഹുവിന് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും സഹാബാക്കൾക്കിടയിൽ തന്നെ പല വിഷയത്തിനും ചില ആളുകൾക്ക് അറിവുണ്ടാകും, ചില ആളുകൾക്ക് ചില വിഷയങ്ങളിൽ അത് സംബന്ധമായ ധാരണ ഉണ്ടാവില്ല. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കൂടെ ഏറ്റവും കൂടുതൽ സഹവസിച്ച ഒരു സഹോദരിയാണ്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസികളുടെ മാതാവാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ 2 ഖുഫകളെ തടവണമെന്ന വിഷയത്തിൽ അജ്ഞതയുണ്ടായിരുന്നു. ആ സമയത്താണ് അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ് ആ വിഷയം കേൾക്കുന്നത്. അലി റളിയല്ലാഹുനും ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളും പറഞ്ഞപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹുനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അത് കേൾക്കുന്നത്. അതേപോലെ മറ്റൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വ്യഭിചരിച്ച സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു സ്ത്രീ വ്യഭിചരിച്ചിട്ട് അവർക്ക് കുട്ടിയുണ്ട്. അങ്ങനെ 6 മാസം മാത്രം പ്രായമായ ഒരു കുഞ്ഞുമായി വന്നു. അങ്ങനെ അതിനെതിരെ വ്യഭിചാരത്തിന്റെ ഹദ്ദായ, വ്യഭിചാരത്തിന്റെ ശിക്ഷയായ എറിഞ്ഞു കൊല്ലുക എന്ന കാര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു വിധി കൽപ്പിച്ചു. അപ്പോഴാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇടപെട്ടത്. പാടില്ല ഉമറേ, നിങ്ങൾ മനസ്സിലാക്കണം, വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ എന്ന് സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാം സൂക്തത്തിൽ പറഞ്ഞില്ലേ, 2 വയസ്സാകാതെ ഒരിക്കലും നിങ്ങൾക്ക് കുട്ടിക്ക് 2 വയസ്സാവാതെ മുല കുടിക്കേണ്ട ആ പ്രായം വരെ വെയിറ്റ് ചെയ്യണം. കാരണം ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. തിന്മ ചെയ്തു, അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കണം. പക്ഷേ ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? അവർക്ക് അവകാശപ്പെട്ട മുലപ്പാൽ ഫീഡിങ് അവർക്ക് ലഭിക്കണം. അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ശരിയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സഹാബാക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഏറ്റവും കൂടുതൽ സഹവസിച്ച ആളുകൾക്ക് പോലും പലപ്പോഴും പല കാര്യങ്ങളും അറിയുന്നില്ല. മറ്റൊരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മജൂസികളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കുന്നത്? കാരണം റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ വരാത്തൊരു സബ്ജക്റ്റാണ് മജൂസികൾ. അങ്ങനെ വന്നപ്പോ അഗ്നി ആരാധകർ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മജൂസിയുടെ കാര്യത്തിൽ ആരുടെ തീരുമാനം, ഇവർക്ക് മുശ്രിക്കുകളുടെ ഹുക്മാണോ അതോ അഹ്ലു കിതാബിന്റെ ഹുക്മാണോ എന്ന് സംശയിച്ചിരിക്കുകയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറഞ്ഞു, സുന്നു ബിഹിം സുന്നത അഹ്ലിൽ കിതാബ്, സുന്നു ബിഹിം സുന്നത അഹ്ലിൽ കിതാബ്. വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും അതേ വിധി തന്നെ മജൂസികൾക്ക് കൊടുക്കണമെന്ന് സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ ഒരു സഹാബിക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റൊരു സഹാബിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. അതാർക്കും പിണ്ടം വെച്ച് അല്ലെങ്കിൽ അതാർക്കും താഴിട്ട് പൂട്ടിയിട്ട് നിയന്ത്രിക്കേണ്ട ഒരു മതമല്ല. മനുഷ്യൻ്റെ ചിന്താശക്തികളെ, മനുഷ്യൻ്റെ സ്വതന്ത്രമായ ചിന്തകളെ, കണ്ടുപിടുത്തങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു മതമാണ്. ശാസ്ത്രീയ പഠനവും ചിന്തകളുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിശുദ്ധമായ മതമാണ്. അപ്പം ഇങ്ങനെ ഓരോ സഹാബത്തിനും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഒരു സഹാബിക്ക് അറിയുന്നത് മറ്റൊരു സഹാബത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. പരിശുദ്ധ ഖുർആൻ പോലും ഒരു മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടില്ല. ഹുഫാളുകളായ നിരവധി സഹാബത്ത് വഫാത്തായതോടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു വളരെ ഗഡ്സോടെയുള്ള ഒരു തീരുമാനത്തിലാണ് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. പിന്നീട് സഹാബാക്കൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും, നിയമപരമായ മറ്റേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമല്ല പറയുന്നത്, അത് മറ്റൊരു ചരിത്രം, വൈജ്ഞാനികപരമായ പല ചർച്ചകളും ഗവേഷണങ്ങളും ഉണ്ടായി. അപ്പൊ പല സഹാബാക്കൾക്കും പല രീതിയിലുള്ള, എത്രത്തോളം ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി സ്വഹാബാക്കൾക്കിടയിൽ ഹിജ്റ 1.5 നൂറ്റാണ്ടായപ്പോഴേക്ക് 150 വർഷം പിന്നിട്ടപ്പോഴേക്ക് നിരവധി മദ്ഹബുകൾ വന്നു.
നിരവധി മദ്ഹബുകൾ. എത്രത്തോളം? അവസാനം 150 വർഷം, 1.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് 130 മദ്ഹബുകളായി ചുരുങ്ങി എന്ന് കാണാം. ഇപ്പൊ 4 മദ്ഹബേ ഉള്ളൂ. അന്ന് 130 മദ്ഹബുകൾ. കാരണം ചിന്താശേഷികളെ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന പരിശുദ്ധ മതമായിരുന്നു വിശുദ്ധ ഇസ്ലാം എന്ന് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബാക്കൾക്കിടയിൽ തന്നെ ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. അതെ അതെ. ഏതൊക്കെ മദ്ഹബുകളാണ് സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായ പ്രധാന മദ്ഹബ്? പ്രധാനമായും താബികളുടെ കാലഘട്ടത്തിൽ സ്വഹാബാക്കളിൽ ഇൽമിന്റെ മേഖലകളിൽ മാത്രം ഷുഗലായ ആളുകൾ. അപ്പോൾ ചില ആളുകൾ ജിഹാദ് കൊണ്ട് ജോലിയായ സ്വഹാബികൾ ഉണ്ടായിരുന്നു, മറ്റു ചിലർ രാഷ്ട്രീയ മേഖലകളിലായിരുന്നു. അപ്പോൾ ഇൽമ കൊണ്ട് ഷുഗലായ 4 സഹാബിമാരെ പ്രധാനമായും അംഗീകരിച്ചിരുന്നു. ഒന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതിൽ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളെ ഇറാഖുകാരാണ് കൂടുതൽ, കാരണം അവർ ഇറാഖിലായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനവും ഗവേഷണങ്ങളും ചിന്തകളും ഒക്കെ ഇറാഖിലായിരുന്നു. പിന്നീട് സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ മദീനക്കാരാണ് അദ്ദേഹത്തെ കൂടുതൽ അംഗീകരിച്ചത്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും മദീനക്കാർ മാതൃകയാക്കിയിരുന്നു. എന്നാൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയത് നമ്മൾ പോയല്ലോ, ത്വായിഫിലായിരുന്നു, നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഖബറും അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കക്കാർ കൂടുതൽ, ഹിജാസുകാർ കൂടുതൽ പിൻപറ്റിയത് ആരെയാണ്? അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്കിടയിൽ പോലും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ഹിജ്റ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ട്, ഇതുവരെ 3-ാം നൂറ്റാണ്ട് വരെ വളരെ പ്രാധാന്യമുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ 3 നൂറ്റാണ്ട് ഉത്തമ നൂറ്റാണ്ടുകാരാണ് അവർ. ആ ഉത്തമ നൂറ്റാണ്ടുകാരിൽ ജീവിച്ച ആളുകൾക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാട് വന്നു. അതിൽ ചില ആളുകൾ കുറേ പഠിച്ചു, അവർ പല കാഴ്ചപ്പാടുകളും, അവർക്ക് പല സ്കൂൾ ഓഫ് തോട്ട്സും ഉണ്ടായി. പിന്നീട് വ്യത്യസ്ത ഒരുപാട് മഹാന്മാർ വന്നു. അങ്ങനെയാണ് ഈ മദ്ഹബിന്റെ ഒരു രൂപം വരുന്നത്. സ്വഹാബാക്കൾക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാട് ഉണ്ടാവാൻ വല്ല പ്രത്യേകമായ കാരണങ്ങൾ? സ്വാഭാവികമാണല്ലോ. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന മേഖല വിശാലമായി കൊണ്ടിരിക്കുകയാണ്. ആ വിശാലം എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് തുടങ്ങി അതങ്ങനെ കൂഫയിലേക്കും പിന്നീട് ഡമസ്കസിലേക്കും, അങ്ങനെ എത്രത്തോളം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഹിജ്റ 98 ആയപ്പോഴേക്കും സയ്യിദന മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന വേളയിൽ പോലും അങ്ങകലെ കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും അസർബൈജാനിലും ഒക്കെ പരിശുദ്ധ ഇസ്ലാം എത്തിയിട്ടുണ്ട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പോലും എവിടെയുള്ളത്? ചൈനയിലാണ്. മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിം തങ്ങൾ ബിലാദ് മാ വറാ അൻ നഹ്റൈൻ, ഈ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന 2 നദികളാണെന്ന് പറയപ്പെടുന്ന ജയ്ഹൂൻ നദിയും സൈഹൂൻ നദിയും, അതിനപ്പുറമുള്ള രാജ്യങ്ങളിലുമൊക്കെ ഇസ്ലാമിക ദഅവത്ത് നടത്തിയിരുന്നു എന്ന് കാണാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കസാക്കിസ്ഥാനിലും ആ അസ്ഥാനുകൾ ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി ഈജിപ്ത്, ആഫ്രിക്കന്റെ ഭാഗങ്ങളും, അതേപോലെ തന്നെ മറ്റു മറുഭാഗത്ത് സഅദ് ബിൻ അബീ വഖാസ്, ഇങ്ങനെ യൂറോപ്പിന്റെ ഭാഗങ്ങളിൽ മറ്റു ഓരോ സഹാബിമാർ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഓരോ സഹാബിമാരും വ്യത്യസ്ത തലങ്ങളിൽ പ്രബോധനം ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരും. ആ നാടുകളിൽ വിവിധ ഭക്ഷണങ്ങൾ ഉണ്ടാകും. ആ ഭക്ഷണം ഇസ്ലാമിൽ ഹലാലാകോ അല്ലേ? പ്രശ്നം ഉണ്ടാവൂലേ? അവിടെ പല ആചാരങ്ങളുണ്ടാവും. അവിടുത്തെ ആദാത്തുകളും തഖൂസുകളും, അവിടുത്തെ നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ? ഇങ്ങനെ പല ചിന്താഗതികളുണ്ടാകും. അപ്പൊ ഇത് സംബന്ധമായി സ്വാഭാവികമായും നസ്സുകൾ ഉണ്ടാവില്ല. അത് സംബന്ധമായി അറിവുള്ള പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനും ഹദീസുകളും വെച്ച് ഗവേഷണം നടത്തും, ഇജ്തിഹാദ് ചെയ്യും. അങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാകൽ സ്വാഭാവികം. അതാണ് നമ്മൾ പറഞ്ഞത്, 1.5 നൂറ്റാണ്ടാവുമ്പോൾ അതിലേറെ ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 130 ചുരുക്കി പണ്ഡിതന്മാർ. അങ്ങനെയായിരുന്നു അന്നത്തെ കാഴ്ചപ്പാടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം 3 ഭൂഖണ്ഡങ്ങളോളം വ്യാപിച്ചിരുന്നല്ലോ. ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പിൻ വിവിധ ഭാഗങ്ങൾ, വിശിഷ്യ കിഴക്കൻ യൂറോപ്പിന്റെ ബുൾക്കാൻ നാടുകളിലൊക്കെ, ബാൾക്കൻ പർവ്വത നിരകളിലൊക്കെ പരിശുദ്ധ ഇസ്ലാം എത്തിയിരുന്നു. ചെച്ചനിയയും സിസിലിയും സൈപ്രസും ബോസ്നിയയും ഒക്കെ എത്തി, മൊറോക്കോയും സ്പെയിനും സിസിലിയും ഒക്കെ അടക്കി ഭരിക്കാൻ ഇസ്ലാം. അപ്പോൾ ഓരോ നാടുകളിലും വ്യത്യസ്ത ആചാരങ്ങൾ ഉണ്ടാവും. ഉസ്താദ് തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, നബി തങ്ങളുടെ കാലശേഷം 1.5 നൂറ്റാണ്ടിനപ്പുറം 130 മദ്ഹബ് ചുരുങ്ങിയ. അതിനു മുമ്പ് അതിലേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും 4 മദ്ഹബുകളാണ്. അപ്പോ ഇന്ന് കാണുന്ന 4 മദ്ഹബിലേക്ക് പിന്നീട് എങ്ങനെയാണ് അത് ചുരുങ്ങിയത്? അപ്പോ ഏതൊരു ഒറിജിനലിനും വ്യാജന്മാര് വരും, സ്വാഭാവികമാണ്. കള്ളത്തൊരീക്കത്ത് വരും. എന്തിനും ചൈനീസ് മാർക്കറ്റുകൾ രംഗത്ത് വരുമല്ലോ, സ്വാഭാവികമാണല്ലോ.
അപ്പോൾ ഈ ഒരു രംഗം മദ്ഹബും വൈജ്ഞാനിക മേഖലകളിലൊക്കെ പടരാൻ തുടങ്ങി. ആദ്യകാലത്തൊക്കെ സ്വഹാബത്ത് വളരെ ആത്മാർത്ഥമായി അവരെല്ലാവരും ചെയ്യുന്നത് എല്ലാം, കാരണം അവരൊക്കെ നക്ഷത്ര തുല്യരാണ്. സ്വാഭാവികമായിട്ട് അവർ നക്ഷത്ര തുല്യരാണ്. അപ്പൊ ആ നക്ഷത്ര തുല്യരായ സഹാബത്തിന്റെ ചിന്തകളൊക്കെ ഓക്കെയാണ്. പിന്നീട് അവരെ വഫാത്തിന് ശേഷം ഓരോരുത്തരും പിന്നെ പിന്നെ എത്രത്തോളം മാർക്കറ്റുകളിൽ വത്തക്ക വിൽക്കുന്നവർ പോലും, മാർക്കറ്റുകളിൽ വൈദനങ്ങ വിൽക്കുന്നവർ പോലും ഹദീസ് ഉണ്ടാക്കി പറയാൻ തുടങ്ങിയില്ലേ, മൻ അക്കലൽ ബാദിൻജാൻ ദഖലൽ ജന്ന, ആരെങ്കിലും ബാദിൻജാൻ തിന്നാൽ, വൈദനങ്ങ തിന്നാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്ന പല രീതികളും തുടങ്ങി. അപ്പൊ സ്വാഭാവികമായും അവിടെ നിയന്ത്രണങ്ങൾ ആവശ്യം വന്നു. ഹദീസുകൾ ക്രോഡീകരിക്കുന്ന ചിന്തകളെ കുറിച്ച് വന്നു. അങ്ങനെ ഇമാം ബുഖാരി തങ്ങളെ പോലുള്ള, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഈ രംഗത്ത് വന്നു. ഹദീസുകളെ കുറിച്ച് വ്യക്തമായി ക്രോഡീകരിക്കാൻ തുടങ്ങി. പക്ഷേ ഫിഖ് അന്നും തുടങ്ങിയില്ല. ഫിഖ് പിൽക്കാലത്ത് പണ്ഡിതന്മാർ ഇത്രത്തോളം മദ്ഹബുകൾ വന്നപ്പോൾ അതിനെ വ്യത്യസ്തമായ ചിന്തകളെ കൊണ്ട് ഓരോ പണ്ഡിതന്മാർ അവർ ശരിയായ റൂട്ടിലാണോ, അവരുടെ ഇജ്തിഹാദിന്റെ രീതി എന്താണോ എന്ന് അക്കാലഘട്ടത്തിൽ നിലവിലുള്ള പണ്ഡിതന്മാരും അന്നത്തെ ഉമറാക്കൾ, ഖലീഫയുടെ പ്രതിനിധികളായി വരുന്ന രാജാക്കന്മാർ, അമവിയ ഖിലാഫത്തിന്റെയും അബ്ബാസിയ ഖിലാഫത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇത് പരിശോധിച്ചു. അങ്ങനെ ഓരോ പണ്ഡിതരെയും തഖ്വ, വറഅ്, അതുപോലെ അവരുടെ സുഹ്ദ്, ഇൽമ്, ഇബാദത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിച്ച ശേഷം പണ്ഡിതന്മാർ ചില തീരുമാനത്തിലെത്തുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം മഹാനായ ഔസാഇ തങ്ങൾ, ദാവൂദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഇമാം ലൈസ് തങ്ങൾ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ മദ്ഹബ് ഉണ്ടായിരുന്നു. ദാവൂദുല്ലാഹിരിക്ക് വളരെ ലാഹിറായ പല കാഴ്ചപ്പാടുകളും, അദ്ദേഹത്തിന് ലാഹിരി എന്ന പേര് പോലും വരാൻ കാരണം ലാഹിറായ പല കാര്യങ്ങളെ കൊണ്ടും അദ്ദേഹത്തിന് ഹുക്മുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാഴ്ചപ്പാടുകളും വന്നു. അങ്ങനെയാണ് ഹിജറ 80-ൽ ജനിക്കുകയും 150-ൽ വഫാത്താവുകയും 4-ലേറെ സഹാബിമാരെ കണ്ടുമുട്ടുകയും ചെയ്ത സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി. നമുക്കറിയാം അൽ കൂഫി ലാ യൂഫി ഇല്ലാ അബാ ഹനീഫത്തുൽ കൂഫി നിഅമൽ വാഫി എന്ന് പറയപ്പെട്ട വളരെ കാര്യങ്ങളൊക്കെ കൃത്യതയോടെ അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്ത സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇറാഖിലാണ് അദ്ദേഹത്തിന്റെ, ഇറാഖിലെ ബാഗ്ദാദിലാണ് അദ്ദേഹത്തിന്റെ മഖ്ബറയുള്ളത്. അബൂ ഹനീഫ അബൂ ഹനീഫ എന്ന അദ്ദേഹത്തിന്റെ ഓമന പേരാണ്. നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇറാഖുകാരനായ ഇദ്ദേഹം ഈ മഹാൻ പല സ്വഹാബികളിൽ നിന്നും താബിഅകളിൽ നിന്നും വ്യക്തമായി പഠനം നടത്താൻ തുടങ്ങി. AD 699-ൽ ജനിച്ച് 767-ൽ വഫാത്തായ ഇദ്ദേഹത്തിന് പഠിക്കാൻ ചില പ്രത്യേകമായ രീതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പഠനം നടത്താൻ തുടങ്ങി. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സ്കൂൾ ഓഫ് തോട്ട്സ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇമാം യൂസുഫ് തങ്ങളും അതുപോലെ തന്നെ നിരവധി ശിഷ്യന്മാരും ശേഖരിക്കാൻ തുടങ്ങി. അതുപോലെ രണ്ടാമതായി ഹിജറ 93-ൽ ജനിക്കുകയും 179-ൽ വഫാത്താവുകയും ചെയ്ത മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീന കേന്ദ്രീകരിച്ചാണ് പഠനം തുടങ്ങിയത്. അഥവാ AD 715-ൽ ജനിച്ച് 796-ൽ വഫാത്തായ അദ്ദേഹം മദീന പള്ളിയിലിരുന്ന് കുല്ലുൻ യുഖദു വയുറദ്ദു ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, എല്ലാ പണ്ഡിതന്മാരും അവർക്ക് പല പല വീക്ഷണങ്ങൾ ഉണ്ടാകും, പക്ഷേ എല്ലാവരെയും അംഗീകരിക്കണമെന്നൊന്നുമില്ല. അഥവാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെയും കാഴ്ചപ്പാടുകളിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പഠിക്കും, ഹദീസുകൾ നോക്കും, മനസ്സിലാക്കും, ഖുർആൻ തുലനം ചെയ്യും. ഇതൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പറയും കുല്ലുൻ യുഖദു വയുറദ്ദു, എല്ലാവരുടെയും അഭിപ്രായം എടുക്കപ്പെടാം, അതുപോലെ തട്ടപ്പെടുകയും ചെയ്യാം. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം റൗളയിലാണല്ലോ അദ്ദേഹം ദർസ് നടത്തുന്നത്, മദീനയിലാണല്ലോ ദർസ് നടത്തുന്നത്. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമ പറഞ്ഞതല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം തള്ളുകയും ചെയ്യാം, കൊള്ളുകയും ചെയ്യാം, അതിനൊന്നും വിരോധമില്ല എന്ന് പറഞ്ഞ് വ്യക്തമായി അദ്ദേഹം ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടാക്കി. ഈ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മുവത്ത. മാലിക് റളിയല്ലാഹു അൻഹു ആണ് ലോകത്ത് ഏറ്റവും ആദ്യമായി മുവത്ത എന്ന പേരിൽ ഹദീസ് ഗ്രന്ഥം രചിച്ചത്. അതുപോലെ ഇമാം ഷാഫിഈ തങ്ങൾ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, നമ്മുടെ ഇമാം, മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ഹിജറ 150-ൽ ജനിക്കുകയും 204-ൽ വഫാത്താവുകയും ചെയ്തു. അഥവാ AD 766-ൽ ജനിച്ച് 820-ൽ വഫാത്തായി. അപ്പൊ മഹാനവറുകൾക്ക് പ്രത്യേകമായി അദ്ദേഹം പല സ്ഥലങ്ങളിലും പഠിച്ചു. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഓതി പഠിച്ചു. പിന്നീട് നജ്റാനിലേക്ക് പോയി. തുടർന്ന് അദ്ദേഹം
യമനിലേക്ക് പോയി, യമനിൽ നിന്ന് വീണ്ടും ഇൽമ് തേടിക്കൊണ്ട് മിസ്റിലേക്ക് വന്നു, ഇറാഖിലേക്ക് പോയി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പഠിക്കുകയും മനസ്സിലാക്കുകയും പഠന മനന ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിക രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു വഴി അദ്ദേഹവും സൃഷ്ടിച്ചു. അങ്ങനെ കിതാബുൽ ഉമ്മ് പോലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ലോകത്തിന് അദ്ദേഹം സമ്മാനിച്ചു. പിന്നീട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഹിജ്റ 164 ജനിക്കുകയും 241 വഫാത്താവുകയും ചെയ്ത അഹ്മദ് ബിൻ ഹംബൽ, ക്രിസ്താബ്ദം 780 ജനിച്ച് 855 വഫാത്തായ മഹാനവർകൾ സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു, വളരെ വറആയിരുന്നു. ഇവർക്കൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും പരസ്പര ബഹുമാനം വളരെ വളരെ ഖണ്ഡിതമായിരുന്നു, പരസ്പര ബഹുമാനമുള്ളവരായിരുന്നു. ഉദാഹരണത്തിന് നോക്കൂ, ഇമാം ഷാഫിഈ തങ്ങൾ അവിടെ ഇറാഖിലേക്ക് അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് സുബഹിയിൽ ഖുനൂത്ത് ഓതിയില്ല. കാരണം എന്താണ്? അബൂ ഹനീഫ തങ്ങൾ അദ്ദേഹത്തോടുള്ള ബഹുമാനമാണ്. ഞാൻ എൻ്റെ രീതിയിൽ പഠിക്കുന്നു, എനിക്ക് സത്യമാണെന്ന് തോന്നിയത് ഞാൻ ചെയ്യുന്നു. പക്ഷേ നിസ്കാരത്തിൽ അബ്ആദ് സുന്നത്താണ്, ഒഴിവാക്കിയാൽ സുജൂദ് ചെയ്യണം, സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറയുന്ന ഖുനൂത്ത് പോലും ഒഴിവാക്കാൻ ഇമാം ഷാഫിഈ തങ്ങൾ അബൂ ഹനീഫ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്തില്ല. അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്നാണ് മഹാനവറുകൾ പഠിച്ചത്. പലപ്പോഴും ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം, അവരുടെ ഒരു പരസ്പര ബഹുമാനത്തിന്റെ ഒരു രസകരമായ സംഭവം ഞാൻ പറയാം. അബൂ മൻസൂർ അന്ന് ഭരണാധികാരിയായി, ബാഗ്ദാദിലെ മൻസൂർ. അങ്ങനെ ബാഗ്ദാദിലേക്ക് ഇമാം അവറുകളെ കൊണ്ടുപോവുകയും അങ്ങനെ ഇമാം അവറുകളോട് പറഞ്ഞു, നിങ്ങളുടെ മുവത്ത ഞാൻ ലോകത്തോട് പറയുന്നു, ഈ മുവത്ത അംഗീകരിക്കണം, മറ്റുള്ളതൊക്കെ വലിച്ചെറിയണം, കാരണം വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെന്ന് അബൂ മൻസൂർ എന്ന രാജാവ് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞ എന്താണ്? ചെയ്യരുത്, ഇത് ഞാൻ എനിക്ക് കിട്ടിയത് എഴുതിയതാണ്, എന്നെക്കാളും വലിയ ഉലമാക്കൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇമാം ഷാഫിഈ തങ്ങളുടെ വാക്കുകളെ അത്ര പരിഗണിക്കേണ്ട എന്ന രീതിയിൽ അബൂ മൻസൂർ തങ്ങൾ പറഞ്ഞപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പരസ്പരം ഇപ്പോൾ ഇമാം അഹ്മദ് തങ്ങളുടെ ഉസ്താദാണ് ഇമാം ഷാഫിഈ തങ്ങൾ. പക്ഷേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ ആർക്കുണ്ടായിരുന്നു? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉസ്താദായ ഇമാം ഷാഫിഈ തങ്ങളെ വീട്ടിലേക്ക് സൽക്കരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്നു. മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാഫിഈ തങ്ങളുടെ ഉസ്താദാണ്. പക്ഷേ അതേ ഉസ്താദിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ ഫത്വകൾ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഉസ്താദ് ശിഷ്യനായ ഷാഫിഈ തങ്ങളെ സൽക്കരിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പരസ്പര ബഹുമാനത്തോടെയും പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ മാനിച്ചുകൊണ്ട് നമുക്ക് യോജിക്കാവുന്ന കാര്യത്തിൽ നമുക്ക് യോജിക്കാം, യോജിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ പരസ്പരം മാറി നിൽക്കാമെന്ന വളരെ വിചിന്തനീയമായ, വളരെ വളരെ പ്രകാശപൂരിതമായ ഒരു റൂട്ടുകളിലൂടെയാണ്, വഴികളിലൂടെയായിരുന്നു അവരൊക്കെ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും പറഞ്ഞില്ല എൻ്റെ മദ്ഹബ് മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ 4-ൽ ചുരുങ്ങിയത്? ഇതാണല്ലോ സാബിന്റെ ചോദ്യം, 4-ൽ ചുരുങ്ങിയത്. അങ്ങനെ ഇവര് 4 പേരും വന്നു. ഇവരുടെ ശിഷ്യന്മാർ ഇവരുടെ പഠനങ്ങളിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ കേന്ദ്രീകരിച്ച് ലോകത്ത് ആദ്യമായി, നമുക്കറിയാം, ലോകത്ത് ആദ്യമായി അബൂ യൂസുഫ് അൽ ഖാദി എന്ന മഹാനായ ശിഷ്യൻ അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. അദ്ദേഹം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ലോകത്ത് ഏറ്റവും ആദ്യമായി ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥം ഹനഫി മദ്ഹബിലെ അബൂ യൂസുഫ് അൽ ഖാദി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ രചിച്ചു. അതുപോലെ തന്നെ ഓരോ ഇമാമിയങ്ങളുടെയും ശിഷ്യന്മാർ അവരവരുടെ പഠന രീതികളും ഉസൂലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങി. അപ്പം പല പല മദ്ഹബുകളും ഉണ്ടായി. പിന്നീട് ഈ മദ്ഹബിന്റെ ഇടയിൽ പിന്നീട് വന്ന ആളുകൾക്കിടയിൽ ചില പക്ഷപാതിത്വങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. ഇമാം തഹാവി തങ്ങളൊക്കെ അതിന്റെ ഇരയാണ്. ഒരിക്കൽ തഹാവി തങ്ങളോട് ഷാഫിഈ മദ്ഹബിന്റെ നിസ്കാരം നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു, ഹനഫി മദ്ഹബിന്റെ നിസ്കാരം നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. ഷാഫിഈ മദ്ഹബിന്റെ പൂർണ്ണ നിസ്കാരം നിസ്കരിച്ചു, ഹനഫി മദ്ഹബിന്റെ രീതിയിലുള്ള നിസ്കാരം. ഇപ്പോൾ ഹനഫി മദ്ഹബിൽ ചില കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിന്റെ അവസാനത്തിൽ നമുക്ക് വുളൂ മുറിയുന്ന വല്ലതും സംഭവിച്ചു, കീഴ്വായ് പോലുള്ള പല കാര്യങ്ങളും സംഭവിച്ചാൽ നിസ്കാരം മുറിയില്ല എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടൊക്കെ കാണിച്ചുകൊണ്ട് തഹാവി തങ്ങൾ ഒരു രാജാവിന്റെ മുമ്പിൽ ഇത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഓരോ രാജാക്കന്മാരും ഏത് മദ്ഹബ് പിൻപറ്റണമെന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം
വ്യത്യാസം ഉണ്ടായി. അങ്ങനെ ഈ ഹിജറ 4-ാം നൂറ്റാണ്ടോടുകൂടെ മുസ്ലിം അഇമ്മത്തും പണ്ഡിതന്മാരും അവർ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഇവിടെ ഒരുപാട് മദ്ഹബുകളുണ്ട്, പക്ഷേ മുദവ്വനായ, ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ പറഞ്ഞു 130-ലേറെ മദ്ഹബുകളുണ്ട്. ഇമാം ലൈസ് തങ്ങളുണ്ട്, ഔസാഇ ഇമാമുണ്ട്, അതുപോലെ ദാവൂദുൽ ലാഹിരി ഉണ്ട്, നിരവധി പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അവരുടെ മദ്ഹബൊക്കെ പണ്ഡിതന്മാർ പരിശോധിച്ചു. പക്ഷേ അതൊന്നും ഈ 4 മദ്ഹബുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട പോലെ അക്കാര്യങ്ങൾ കൃത്യമായി മുദവ്വനല്ലാത്തത് കൊണ്ട്, അതിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഈ 4 മദ്ഹബ് തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ ഈ 4 മദ്ഹബും വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലായി പരസ്പര ബഹുമാനത്തോടെ ജീവിച്ചു. ആദ്യഘട്ടങ്ങളിൽ ഏത് വിഷയത്തിലും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചില പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായി. പക്ഷേ അവസാനം ഈ 4ഉം സത്യമാണെന്നും ഈ 4ഉം ശരിയാണെന്ന് ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കളുടെ ഇജ്മാ പോലുള്ള അഭിപ്രായമാണ്. ഇജ്മാ എന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ പ്രമാണമാകുന്ന ഇജ്മാ എന്ന രീതിയിൽ ഈ തീരുമാനം വരികയാണ്. അങ്ങനെയാണ് ഈ 4 മദ്ഹബുകളായി ചുരുങ്ങിയത്. 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിൻപറ്റല് ഒരു വിശ്വാസിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണോ? അല്ലേ? തീർച്ചയായും. നമ്മൾ ആലോചിച്ചാൽ തന്നെ കിട്ടുമല്ലോ. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഗവേഷണം നടത്തിയത്? ഓരോ പണ്ഡിതന്മാരും വെറുതെ അല്ല മദ്ഹബിന്റെ ഇമാമായി മാറുന്നത്. 10 ലക്ഷത്തോളം ഹദീസുകൾ. ഇന്ന് ലോകത്താകെ തെരഞ്ഞാൽ എത്ര ഹദീസേ കിട്ടുള്ളൂ? നമുക്ക് 10,000-ഓളം ഹദീസുകളെ താഴെയുള്ളൂ. ഇപ്പം ബുഖാരിയിൽ 4,000-ലേറെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞ ആവർത്തനം കഴിഞ്ഞാൽ 2000 ചില്ലാനം ഹദീസുകൾ മാത്രമാണുള്ളത്. എന്ന പോലെ ലോകത്ത് വിവിധ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ടോട്ടൽ നമ്മൾ എടുത്താൽ തന്നെ 10,000-ൽ താഴെ ഹദീസുകൾ മാത്രം. എന്നാൽ ഈ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ 10 ലക്ഷത്തിലേറെ ഹദീസുകൾ അവർ മനഃപ്പാടമാക്കിയിരുന്നു. അതെ, വെറും ഹദീസ് മാത്രമല്ല, ഹദീസ് റാവി ആര് റിപ്പോർട്ട് ചെയ്തു, ആരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു, എപ്പോൾ റിപ്പോർട്ട് ചെയ്തു, എങ്ങനെ റിപ്പോർട്ട് ചെയ്തു, അവരുടെ പരമ്പരയും അവരുടെ ചരിത്രവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ്, മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ഈ അഇമ്മത്തുൽ അർബഅ. അപ്പൊ സ്വാഭാവികമായും അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരുടെ ഉസൂൽ അനുസരിച്ച് ജീവിക്കലാണ് ഒരു മുഅ്മിനിന് കമനീയം. എത്രത്തോളം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു മദ്ഹബ് പിന്തുടർന്ന് ജീവിച്ചാൽ അതാകും നല്ലത്. മറിച്ച് എല്ലാ മദ്ഹബുകാരെയും നമ്മൾ എടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ 2 തോണിയിൽ കാലിട്ട പോലെയാകും, നടുകീറിപ്പോവും. അപ്പൊ സ്വാഭാവികമായും ഒരു മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല. വിരുദ്ധമായ കാഴ്ചപ്പാട് സലഫി കാഴ്ചപ്പാടും അതുപോലൊക്കെ അവർ പറയും. പക്ഷെ അവരും ചോദിക്കണോ? ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങൾ വഹാബി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്. അതായത് വഹാബി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവര് പലപ്പോഴും മദ്ഹബുകളെ അംഗീകരിക്കുന്നതായിട്ട് കാണാറില്ല. ഈ വഹാബി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ഇവരിൽ പലരും മദ്ഹബിന്റെ വിഷയത്തിൽ അവര് അംഗീകരിക്കുന്നില്ല. പക്ഷെ മദ്ഹബിന്റെ വിഷയം അംഗീകരിക്കുമ്പോൾ അവർ മദ്ഹബിനെ നിഷേധിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു മദ്ഹബിൽ മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവർ കാര്യമായിട്ട് പറയാറ് ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബീനല്ലേ. ഹദീസിനെതിരെ ഒരു മദ്ഹബിന്റെ കാര്യം വന്നാൽ ഹദീസ് പിടിക്കണം എന്നാണല്ലോ ഞങ്ങളുടെ പദം. പക്ഷെ ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ തവാദു ആണ് എന്നാണ്. കേരളത്തിൽ സുന്നി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് ആ വിഷയത്തിന് വിശദീകരിക്കാറുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ 4 മദ്ഹബും വളരെ കൃത്യമാണ്. അതിലെല്ലാ വിഷയത്തിലും ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കാം, ടെസ്റ്റ് ട്യൂബ് ശിശു വന്നു, അല്ലെങ്കിൽ ക്ലോണിങ്ങിലൂടെ ഏതെങ്കിലും ഒരു സ്ത്രീ ജന്മം നൽകിയാൽ ആരാണ് അവരുടെ ഉമ്മ എന്ന് എങ്ങനെ തീരുമാനിക്കും? മൻ വലദത്ക ഉമ്മുക. അതാണ് പണ്ഡിതന്മാരെ. കാരണം മദ്ഹബിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കാത്ത കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും അതിൻ്റെ ഇഹ്തിമാലുകൾ വെച്ചുകൊണ്ട്, പോസിബിലിറ്റീസ് പരിശോധിച്ചുകൊണ്ട്, ഭാവിയിൽ വരാനുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും അതേ മസ്അലയോട് ഖിയാസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അതാണല്ലോ മൻ വലദത്ക ഉമ്മുക, നിന്നെ ആര് ഉമ്മ ആരാണെന്ന് ചോദിച്ചാൽ മൻ വലദത്ക എന്ന് പറയുമ്പോൾ എന്തിനാ അങ്ങനെ പറയുന്നത് നമുക്ക് തോന്നിയിരുന്നു. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനിൽ ഉമ്മ ആരാണ്, മൻ വലദത്ക, നിന്നെ ആരാണോ പ്രസവിച്ചത് എന്ന് കാണാം. അതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നി എന്താ അതൊക്കെ പറയേണ്ട ആവശ്യം. ഇപ്പൊ ക്ലോണിങ്ങിന്റെ കാലഘട്ടത്തിൽ അത് പ്രസക്തമായി. ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ കാലഘട്ടത്തിൽ മൻ വലദത്ക, നിന്നെ ആരാണോ പ്രസവിച്ചത്. കാരണം ചിലപ്പോൾ ബീജം വേറെയായിരിക്കും, അണ്ടം വേറെയായിരിക്കും. അപ്പൊ നിന്നെ പ്രസവിച്ചതാരാ, ആരുടെ അണ്ടം എന്നല്ല, മറിച്ച് നിന്നെ പ്രസവിച്ചതാരാണോ ഹുവ ഉമ്മുക, അതാണ് നിന്റെ ഹിയ ഉമ്മുക.
ഹിയ ഉമ്മുക്ക എന്നാണ്. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളിലും പണ്ഡിതന്മാർ ഏത് കാലഘട്ടത്തിൽ വന്നാലോ അതിനൊക്കെ ഖിയാസാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പം താങ്കളുടെ ചോദ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിൻപറ്റുന്നത് തന്നെയാണ് ഉചിതം, അതാണ് കമനീയം. കാരണം ഇജ്മാ പോലും ആ വിഷയത്തിൽ ഉണ്ട് എന്ന് പണ്ഡിതന്മാരിൽ പലരും ഉദ്ധരിക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞപ്പോൾ പലരും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവസരത്തിനനുസരിച്ചിട്ട് മദ്ഹബുകൾ മാറാറുണ്ട്, തഖ്ലീദ് ചെയ്യാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തവാഫിന് വരുന്ന സമയത്ത് സ്ത്രീകളെ തൊട്ടാൽ ഷാഫി മദ്ഹബ് പ്രകാരം ഉദു മുറിയും, അപ്പോൾ ഹനഫി മദ്ഹബിലേക്ക് ചില ആൾ തഖ്ലീദ് ചെയ്യും. അതേപോലെ ആദ്യ ദിവസം തന്നെ നോമ്പിന് നിയത്ത് വെച്ചാൽ മതി, നോമ്പിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും നിർബന്ധമല്ല നിയത്ത് വെക്കല്, അത് മാലിക് മദ്ഹബിലേക്ക് മാറും ഏതെങ്കിലും ദിവസം മറന്നുപോയാൽ. അപ്പൊ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മദ്ഹബ് നമുക്ക് മാറാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് ഒരു വിഷയത്തിൽ ഒരു മസ്അലയിൽ ഒരു മദ്ഹബ് സ്വീകരിക്കാമെന്നാണ്. ഒരു മസ്അലയെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നിസ്കാരത്തിലാകുമ്പോൾ ഉളൂഉം അതുപോലെ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ ആ മദ്ഹബ് അനുസരിച്ച് സഹീഹാകുന്ന രീതിയിലായിരിക്കണം. പിന്നെ ചില വിഷയത്തിലൊക്കെ നമ്മൾ മനസ്സിലായി ഏതെങ്കിലും ഒരു മദ്ഹബിൽ സഹീഹായാൽ മതി. ഇപ്പോൾ ഉദാഹരണം താങ്കൾ ചോദിച്ച പോലെ തവാഫിൻ്റെ വിഷയത്തിൽ നമ്മുടെ ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത് ആ വിഷയത്തിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഒരു മദ്ഹബിൽ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ പണ്ഡിതന്മാരുടെ വീക്ഷണമൊക്കെ പണ്ഡിതോചിതമായി രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ദീന് മാറ്റാമെന്നല്ല അർത്ഥം. ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഫത്വകൾക്കനുസരിച്ച് നമുക്ക് വിശ്വാസയോഗ്യമായ ഒരാൾ അയാൾ ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ കാഴ്ചപ്പാടൊക്കെ നമുക്ക് സൗകര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ അടിസ്ഥാനം ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ പറ്റുമെന്ന് അടിസ്ഥാനം തന്നെ മാറ്റണം എന്നല്ല, ഒരേ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു മസ്അലയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അംഗീകരിക്കാവുന്നതാണ്. അവസ്ഥ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് ഏത് മദ്ഹബിലേക്കും എപ്പോഴും വേണമെങ്കിൽ മാറാം. ഏതാണെന്ന് പറഞ്ഞാല് ചില ആളുകൾ ഇപ്പോ ഒരേ മദ്ഹബിൽ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ല. നമുക്ക് ഏതാണ് എളുപ്പമാവുന്നത് ആ മദ്ഹബ് വേണമെങ്കിൽ മാറാം. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു കേരളത്തിൽ നമുക്ക് അറിയാം, വളരെ സ്വീകാര്യം. അദ്ദേഹം ഹംബലി ആയിരുന്നു അവസാനം, ആദ്യഘട്ടത്തിൽ മറ്റു മദ്ഹബുകാരാണ്. ഇങ്ങനെ ഓരോ ഇമാമിയങ്ങൾ തന്നെ പല പല ഇമാമിയങ്ങളും ആദ്യം ഒരു മദ്ഹബായിരിക്കും, പിന്നീട് മറ്റൊരു മദ്ഹബിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹം അവസാനം ആദ്യകാലത്ത് അദ്ദേഹം ഷാഫിഈ ആയിരുന്നു, പിന്നീട് അദ്ദേഹം ഹംബലി മദ്ഹബിലേക്ക് മാറി എന്ന് കാണും. ഹംബലി മദ്ഹബിലേക്ക് അല്ലേ? ഹംബലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സൗദിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഹംബലി മദ്ഹബാണ്. അതെ, ഓരോ രാജ്യത്തും എന്താണെന്ന് നമുക്ക് പറയാം. ഏതായാലും ഉസ്താദ് പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ മദ്ഹബ് നമുക്ക് എപ്പോ വേണമെങ്കിലും കൂറുമാറാന്നുള്ളൊരു ഇതാണെങ്കിൽ ഇപ്പോ ഒരാൾ കൂറുമാറാന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കണ്ട, മറിച്ച് അതൊക്കെ ഓരോ മദ്ഹബിനെ കുറിച്ചും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. ഇപ്പം ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമുക്ക് ഒരു പ്രധാനമായി മനസ്സിലാക്കാം, ഹദീസുകളോടും അദില്ലത്തുകളോടും വളരെ യോജിക്കുന്ന മദ്ഹബാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എല്ലാ മദ്ഹബും ഉണ്ട്. അതേ സ്ഥാനത്ത് കൂട്ടത്തിൽ അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ആറാഉകൾ അഥവാ ഖിയാസിയായ മാനദണ്ഡങ്ങൾ കൂടുതലായി പറയപ്പെടുന്ന മദ്ഹബാണ് അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് എന്ന് പറയും. ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറകളോടും സുന്നത്തുകളോടും കൂടുതൽ യോജിച്ച് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവരുടെ മദ്ഹബ് സ്വാഭാവികമായും ഏറ്റവും അവസാനം വന്ന മദ്ഹബ് എന്ന നിലയ്ക്ക് ഒന്നുകൂടി സുന്നത്തുകളോടൊക്കെ വളരെ യോജിച്ചത്. ഇതൊക്കെ ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഈ 4 മദ്ഹബും അത് എല്ലാം ഹക്കാണ്, അവർക്ക് ഉള്ള ഉസൂലുകൾ കൃത്യമാണ്. ആ ഉസൂലുകൾ അടിസ്ഥാനം തന്നെ ലോക മുസ്ലിങ്ങൾ ഇതേ കാഴ്ചപ്പാടിലാണ്. ഞാൻ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ഈജിപ്തിലെ പണ്ഡിതന്മാർ, മൊറോക്കോയിലെ പണ്ഡിതന്മാർ, ലോകത്തുള്ള ആഗോള ഇസ്ലാമിക പണ്ഡിതന്മാർ എല്ലാവരും എത്രത്തോളം സലഫികൾ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ പോലും മദ്ഹബിനൊന്നും നിഷേധിക്കുന്നില്ല. മദ്ഹബ് വേണം എന്ന് തന്നെ, മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഒരു മദ്ഹബ് തന്നെ പക്ഷപാതിത്വം ഇത്തരം കാര്യങ്ങളിലാണ് അവരെതിര്. ഒരു മദ്ഹബ് പിടിക്കുക, പിന്നെ ഹദീസിന് വിരുദ്ധമായ വല്ലതും മദ്ഹബിൽ ഉണ്ടെങ്കിൽ അത് എതിർക്കുക, ഇത്തരം കാര്യങ്ങളല്ല. എന്നല്ലാതെ ഒരു മദ്ഹബി വാദത്തെ അല്ലെങ്കിൽ മദ്ഹബ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് അത് നമ്മുടെ നാട്ടിൽ ചില പുത്തൻ ആശയ ചിന്താഗതിക്കാരൊക്കെ മദ്ഹബിനെ പോലും നിഷേധിക്കുന്നുണ്ട്. അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. സൗദിയിലെ സലഫി കാഴ്ചപ്പാടുള്ള പണ്ഡിതന്മാരൊക്കെ പോലും എന്ത് പറയുന്നുണ്ട്, സ്വാഭാവികമായി
സ്വാഭാവികമായും ഈ മദ്ഹബ് വേണം, മദ്ഹബ് അംഗീകരിക്കണം. എന്നാൽ മദ്ഹബിലുള്ള പക്ഷപാതിത്വവും അതിലുള്ള തഅസ്സുബും, അതിലുള്ള തഅസ്സുബ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ അത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊക്കെ അതിനെതിരെ മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ അവരെ അംഗീകരിക്കാത്ത, ഇപ്പൊ സൗദിയിലെ കോർട്ടുകൾ, നമുക്ക് പറയാം ആ വിഷയം. സൗദിയിലെ കോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായില്ല, ഞാൻ ചിലപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആ സമയത്ത് സൗദി അറേബ്യയിലെ കോർട്ടുകളിൽ ഹംബലി ഫിഖ്ഹാണ് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്. ഹംബലി മദ്ഹബിലെ മുഗ്നി പോലുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടുത്തെ കോടതികളിൽ പോലുള്ളത്. ഇങ്ങനെ ഓരോ രാജ്യത്ത്, ഇപ്പൊ UAE മദ്ഹബുണ്ട്. ഇതൊക്കെ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കിടക്കാം. ഏതായാലും ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഇപ്പൊ നമ്മളിങ്ങനെ മാർക്കറ്റിലൂടെ പുറത്തിറങ്ങിപ്പോ പോവാണ്, ആ പോകുന്ന സമയത്ത് ഒരു സ്ത്രീയെ ടച്ചായി. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഹനഫി മദ്ഹബിലേക്ക് മാറാണ്, കാരണം സ്ത്രീ തൊട്ടാൽ ഉദു മുറിയില്ലല്ലോ. അതെ. അല്ലെങ്കിൽ ഭാര്യയെ തൊട്ടാൽ ഷാഫി മദ്ഹബ് പ്രകാരം ഉദു മുറിയൂല എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാതെ ഭാര്യയെ നമ്മൾ എപ്പോഴും തൊട്ടുപോകും, കുഞ്ഞിനേക്ക് കൊടുക്കുമ്പോൾ അറിയാതെ ടച്ച് ആവും. ടച്ച് സമയത്ത് നമുക്ക് ഹനഫി മദ്ഹബിലേക്ക് മാറാം എന്നാ അങ്ങനെ പാടില്ല. അങ്ങനെ ഒരു രംഗം വരുമ്പോൾ അപ്പം മാറാൻ പാടില്ല എന്നാണ് ഷാഫിഈ, കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറാൻ പാടില്ല എന്നാണ്. മറിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ അങ്ങനെ മാറണമെങ്കിൽ ആദ്യമേ ഉളു എടുക്കുമ്പോൾ അവരുടെ മദ്ഹബിലായി ഉളു എടുക്കണമെന്നാണ് പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട്. ശരിക്കും മനസ്സിലാക്കണം. ഇപ്പം നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു പെണ്ണിനെ അങ്ങ് തൊട്ട് നമ്മൾ ഷാഫിഈ മദ്ഹബിൻ്റെ രീതിയിൽ ഉളു എടുത്തു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹനഫി മദ്ഹബ് പ്രകാരം തലയിൽ നിന്ന് 4-1 തടവണം. അപ്പൊ നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഷാഫി മദ്ഹബിൽ മതി എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ തൊട്ട് തടവി ഒതു കൊടുത്തു, ഒരു ഉദാഹരണം. അങ്ങനെ ഒതു എടുത്തിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണിനെ ടച്ച് ചെയ്തു പോയി. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഷാഫി മദ്ഹബിൽ എന്താകും, മുറിയും. അപ്പൊ നമ്മൾ വെച്ചിട്ട് അപ്പൊ ഹനഫി ആകാൻ പാടില്ല. ഉദു എടുക്കുന്ന സമയത്ത് തന്നെ ആ ഉദു എടുക്കുമ്പോൾ തന്നെ ഹനഫി പ്രകാരമാണ് ഉദു എടുക്കുന്നത്. അല്ല, നിയ്യത്ത് വെക്കാന്ന് മാത്രമല്ല, ആ ഒരു ഉദു തന്നെ സമ്പൂർണ്ണമായും ഹനഫി മദ്ഹബിൽ സഹീഹാകുന്ന ഉദു ആയിരിക്കണം. മനസ്സിലാക്കണം. ഹനഫി മദ്ഹബിൽ സഹീഹാകുന്ന ഉളു ആയിരിക്കണം എന്ന പോലെ. എന്നല്ലാതെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കളിക്കാന്നുള്ളതല്ല, മറിച്ച് വളരെ കൃത്യതയോടെ ആ വിഷയത്തിൽ ഒരു കർമ്മത്തിൽ ഒരു മദ്ഹബ് അനുസരിച്ച്, ഒരു കർമ്മത്തിൽ അങ്ങനെയാണ് മാനദണ്ഡം, ഒരു കർമ്മത്തിൽ ഒരു മദ്ഹബ് അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പൊ മറ്റൊരു മദ്ഹബിൽ പട്ടിയെ തൊട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ മദ്ഹബിന് നിയത്ത് വെച്ച് ജീവിക്കാം. ഒരാളിപ്പം ഒരു മദ്ഹബ് മാറി ജീവിക്കുന്നത് കൊണ്ട് ഒരു വിരോധമില്ല. ഇപ്പൊ എനിക്ക് ഹനഫി ആകാം, ഹംബലി ആകാം, ഇഷ്ടമുള്ള മദ്ഹബ് ആകാം, ഒരു കുഴപ്പമില്ല. നമുക്കൊരു മദ്ഹബ്, ഒരു അടിസ്ഥാനം വേണം. ഒരു അടിസ്ഥാനം ഇല്ലാതെ എനിക്ക് അറബി അറിയാം, എനിക്ക് ഇതാ അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു അടിസ്ഥാനം ഇല്ലാതെ ഗവേഷണം നടത്തുന്നത് ശരിയല്ല. ഇസ്ലാം ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷെ ഒരു ബേസിക്, അതിൻ്റെ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ, ആ ബേസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പഠനങ്ങളും വായനകളും ചിന്തകളും ഒക്കെ. അതിന് വിരുദ്ധമായി വരുമ്പോൾ അത് വ്യക്തമായിട്ട് ചോദിക്കണം, മനസ്സിലാക്കണം. പണ്ഡിതന്മാരുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണ് അതിന്റെ രീതികൾ ഉണ്ടാവുക. അതെ. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഏറ്റവും ഭൂരിപക്ഷം മദ്ഹബുകൾ ഉള്ളത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ ഷാഫി മദ്ഹബ് ആണല്ലോ. അത് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ഇനി നമുക്ക് ഓരോ മദ്ഹബും എവിടേക്കാണുള്ളത് എന്നുള്ള സാബി ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോർത്ത് ഈജിപ്ത്, വടക്കൻ ഈജിപ്തിൽ ഹനഫികളാണ് കൂടുതലുള്ളത്, വടക്കൻ ഈജിപ്ത്. അതുപോലെ മധ്യേഷ്യൻ രാജ്യങ്ങളിലും ഹനഫികളാണ്. തുർക്കിയിൽ, അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, ഇന്ത്യ, അതുപോലെ തന്നെ ബോസ്നിയ, ബാൾക്കൻ നാടുകൾ, അതുപോലെ അസ്ഥാനുകൾ, നമുക്കറിയില്ല കിർഗിസ്ഥാൻ എന്ന് പറയുന്ന അത്തരം ഈ നാടുകളിലൊക്കെ ഹനഫി മതം. നമ്മൾ അപ്പം ഹനഫി മതം അനുസരിച്ചായിരുന്നു അവിടെ നിസ്കാരങ്ങളും ഖുതുബകളും. അപ്പം ചുരുക്കത്തിൽ നോർത്ത് ഈജിപ്ത് അടക്കം മധ്യേഷ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളൊക്കെ കൂടുതൽ ഹനഫി മദ്ഹബാണ് ഉള്ളത്. എന്നാൽ ഷാഫിഈ മദ്ഹബ് കൂടുതലായുള്ളത് തീരപ്രദേശങ്ങളിലാണ്. ഷാഫി മദ്ഹബ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്, കാരണം യമനിൽ നിന്നാണ് ഷാഫി മദ്ഹബ് കൂടുതലായി പ്രചരിച്ചതെന്ന്. അപ്പൊ യമനികളായ ആളുകൾ അവർ കപ്പിത്താന്മാരായിരുന്നു. അപ്പൊ ഈ പണ്ഡിതന്മാർ ഇവരുടെ കൂടെ കപ്പലിൽ യാത്ര ചെയ്യുകയും തീരപ്രദേശ ഭാഗങ്ങളിൽ ഷാഫി മദ്ഹബ് ധാരാളം പ്രചരിക്കുകയും ചെയ്തു. ഉദാഹരണമായിട്ട് നമ്മുടെ എത്യോപ്യ, അതുപോലെ തന്നെ എറിത്രിയ, സോമാലിയ, ജിബൂട്ടി, തെക്കൻ സുഡാൻ, അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഇറാഖ്, യമൻ, കുർദുകൾ, നമ്മുടെ ഇറാഖിലെ കുർദികളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഷാഫികളാണ് അവരുടെ കൂട്ടത്തിൽ. അതുപോലെ സിറിയൻ നാടുകൾ, അതുപോലെ ദാഗിസ്ഥാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, അതുപോലെ ഇന്ത്യയിലെ നമ്മുടെ മലബാർ ഇപ്പോൾ കേരളം നമ്മൾ പറയാൻ പാടില്ല, കേരളത്തിൽ തന്നെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ചില ഭാഗത്ത് എന്തുണ്ട്, ഹനഫി മദ്ഹബ് ഉണ്ട്. അതുപോലെ തെക്ക് ഭാഗത്ത് പോയാൽ കർണാടകയിലും, അത് വടക്ക് ഭാഗത്ത് ഏതായാലും ഹനഫിയാണ്. അപ്പൊ കേരളം എന്നല്ല, കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മംഗലാപുരത്ത്, അതുപോലെ ഇപ്പം ബോംബെയിലെ
രത്നഗിരിയിൽ ഷാഫി മദ്ഹബുകാരുണ്ട്, ഷാഫി മദ്ഹബ്. അതുപോലെ ബഡ്ക്കലിന്റെ ഭാഗങ്ങളിൽ ഷാഫി മദ്ഹബുകാരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഷാഫി മദ്ഹബുകാർ. അതുപോലെ മാലിക്കി മദ്ഹബുകാർ, മൊറോക്കോ മൊത്തം മാലിക്കി മദ്ഹബുകാരാണ്. പിന്നെ ആഫ്രിക്ക, സുഡാൻ, ഈജിപ്തിലെ സുഡാൻ എന്ന് പറഞ്ഞാൽ തെക്കൻ സുഡാൻ ഒഴികെയുള്ള ഭാഗങ്ങൾ, അതുപോലെ ഈജിപ്തിലെ സയ്യിദ് എന്ന് പറഞ്ഞ വലിയൊരു മരുഭൂമിയുണ്ട്, സയ്യിദിന്റെ ഭാഗത്ത്. അതുപോലെ UAE-യിൽ മാലിക്കി മദ്ഹബുകാരുണ്ട്, കുവൈത്തിൽ മാലിക്കി മദ്ഹബ് കാണും, ഫ്രാൻസ് മുസ്ലിങ്ങളൊക്കെ മാലിക്കി മദ്ഹബുകാരാണെന്ന് നമ്മളെ പഠനങ്ങൾ കാണുന്നു. അപ്പൊ ഇങ്ങനെ ഫ്രാൻസിലെ സ്പെയിന്, ഫ്രാൻസ്, മൊറോക്കോ, അൾജീരിയ, ആ ഭാഗം ഇതൊക്കെ ടച്ച് ചെയ്ത് അവരുടെ പണ്ഡിതന്മാരുടെ സ്വാധീനങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഹംബലി മദ്ഹബ് അപ്പൊ കൂടുതലുള്ളതോ GCC രാജ്യങ്ങളിൽ പൊതുവെ കാണുന്ന, ഇപ്പൊ സൗദിയിലാവട്ടെ, UAE-യിലാവട്ടെ, കുവൈറ്റിലാവട്ടെ, ഒമാനിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ, ബഹ്റൈൻ, ഇവിടൊക്കെ നമ്മൾ പൊതുവായിട്ട് ഹംബലി മദ്ഹബ് കാണാം. പിന്നെ ഡെമസ്കസിന്റെയും അതുപോലെ തന്നെ ഖുദ്സിന്റെയും ചില ഭാഗങ്ങളിലും ഹംബലി മദ്ഹബ് കാണാം. ഫോളോവേഴ്സിൽ ഏറ്റവും കുറവ് ഹംബലി മദ്ഹബുകാരാണ്. എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളതോ ഹനഫി മദ്ഹബാണ് ഏറ്റവും കൂടുതൽ. രണ്ടിൽ നമുക്കൊന്ന് ലോജിക് ഒന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ മദ്ഹബും എന്തായിരുന്നു? ഹനഫി ആയിരുന്നു. അവസാനത്തെ മദ്ഹബും ഹംബലായിരുന്നു. അതേപോലെ കറക്റ്റ്. അതെ, ആൾബലം കൊണ്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു പഠനം നടത്താം അല്ലെന്തെങ്കിലും. അതേപോലെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വിഷയമാണ്, ഹനഫി മദ്ഹബിൽ നിന്നാണ് ബറേൽവികളും അതേപോലെ ദയൂബന്ദികൾ ഉണ്ടായത്, ഹംബലി മദ്ഹബിൽ നിന്നാണ് വഹാബിസം ഉണ്ടായതെന്നൊക്കെ. അത് എത്രത്തോളം ശരിയാണ്? അത് ആ മദ്ഹബായതുകൊണ്ടുണ്ടായതല്ല, മറിച്ച് ഇപ്പോൾ തബ്ലീഗ് ജമാഅത്ത്, ദയൂബന്ദികൾ എന്ന് പറയും, തബ്ലീഗുകാരാണ് കൂടുതൽ. അപ്പോൾ ഈ ദയൂബന്ദികൾ അവർ ഹനഫികളായിരുന്നു, അവരാദ്യമേ ഹനഫികളായിരുന്നു. അങ്ങനെ ഒരു തബ്ലീഗുകാരും ദയൂബന്ദ് എന്ന് പറഞ്ഞൊരു കോളേജ്, അവിടെ ഒരു ദാറുൽ ഉലൂം ഉണ്ടാക്കി. അതിൻ്റെ കീഴിലുള്ള പണ്ഡിതന്മാർ ഹനഫികളായതുകൊണ്ട് അത് ഹനഫി ധാരയിലൂടെ വളർന്നു. അതുപോലെ ബറേലി ഷെരീഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് ബറേലികൾ. ഷെയ്ഖ് അഹമ്മദ് റിളാ ഖാൻ, ഈ അഹമ്മദ് റിളാ ഖാനും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ ഹനഫി പണ്ഡിതന്മാരായിരുന്നു. ഹനഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് ഇന്ത്യയിലുള്ളവരാണ്, നോർത്ത് ഇന്ത്യയിലുള്ളവരും പാകിസ്ഥാനിലൊക്കെ ഉള്ള ഈ ആളുകൾ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണ്ഡിതന്മാർ അവരുള്ളതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്താധാര വന്നപ്പോൾ അത് ഹനഫി മദ്ഹബിൻ്റെ ഭാഗമായി. എന്നാൽ സലഫിയത്ത് വന്നത് എവിടെ നിന്നാണ്? നജ്ദിൽ നിന്നാണ്, അല്ലേ? നമുക്കറിയാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചത് എവിടെയാണ്? റിയാദിലെ ദിർഇയയിലാണ്. സാബിയും നമ്മൾ സന്ദർശിച്ചല്ലോ. റിയാദിലെ ദിർഇയയിലെ തൊട്ടടുത്ത നമ്മളെ ജുബൈല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ യമാമയിൽ പോയി സെയ്ദ് ബിൻ ഖത്താബ് തങ്ങളുടെ ഖബറിനെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശിച്ചല്ലോ. അപ്പൊ അവിടെ നിന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ ചിന്താഗതിയൊക്കെ വരുന്നത്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സ്വാഭാവികമായും ഹംബലി ചിന്താഗതിയിലൂടെയാണ് വരുന്നത്, അതുകൊണ്ടത് ഹംബലി ആയത് മാത്രം. അതുപോലെ ഇപ്പൊ ജമാലുദ്ദീൻ അഫ്ഗാനി ആവട്ടെ, ഇവരുടെയൊക്കെ ചിന്തകളിലൊക്കെ ഓരോ ചിന്തകളിൽ ചിലരൊക്കെ റാഷണലിസം അഥവാ ഇതൊന്നും ശരിയല്ല, എല്ലാ മദ്ഹബും ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതേസമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം, ഇവർക്കൊക്കെ ചിലപ്പോഴും ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മദ്ഹബിന്റെ വിഷയത്തിൽ ഇപ്പം മഹാനായ ഇബ്നു തൈമിയ തങ്ങൾ ഹംബലി മദ്ഹബ് നന്നായി ഫോളോ ചെയ്തു. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഡമസ്കസിന്റെ ചില ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ മഹാനവറുകൾ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജീവിച്ചു. ഇങ്ങനെ ഓരോ പണ്ഡിതന്മാർക്കും മദ്ഹബിന്റെ വിഷയത്തിൽ ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ ഇതൊക്കെ അവരിൽ നിന്ന് ആ ചിന്താധാരകൾ ഉത്ഭവിച്ചത് കൊണ്ടാണ് അവർ ആ മദ്ഹബുകാരായി മാറിയത് എന്നർത്ഥം. അങ്ങനെ അല്ലേ? അപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ സലഫി കാഴ്ചപ്പാടിലെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് അവർ മദ്ഹബിനെ അംഗീകരിക്കുന്നവരും, മറ്റൊന്ന് മദ്ഹബ് അംഗീകരിക്കാത്ത. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ സലഫി കാഴ്ചപ്പാടിലെ പണ്ഡിതന്മാരൊക്കെ മദ്ഹബിനെ അങ്ങനെ നിഷേധിക്കുകയും ആക്ഷേപിക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആക്ഷേപിക്കണം, എന്നാലോ മദ്ഹബിന്റെ പക്ഷപാതിത്വവും അതുപോലെ തന്നെ കടുംപിടുത്തവും അവർ സ്വാഭാവിക വിരുദ്ധമായി വന്നാൽ നിങ്ങൾ അത് അങ്ങനെയുള്ള വാദങ്ങളാണ്. എന്നാൽ ആ മദ്ഹബിന്റെ ഇമാമികളെ മൊത്തം തള്ളിപ്പറയുന്ന രീതിയൊന്നും അവർക്കില്ല. അപ്പൊ പക്ഷെ ഇതിൽ സാധാരണക്കാരായ ഈ വിഷയത്തിൽ വിവരമില്ലാത്തവൻ, ഈ ഇതുമായി ആഴത്തിൽ പഠിക്കാത്തവൻ പറയും എന്ത് ഹനഫി ഇതൊന്നാണ്, ഖുർആൻ ഒന്നല്ലോ, താങ്കൾ ഖുർആൻ ഒന്നല്ലോ, ഹദീസ് ഒന്നല്ലോ. ഇതിനെക്കുറിച്ച് എന്ത് ഖുർആൻ? അവർക്ക് ഖുർആൻ മാത്രം നോക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ഉളു എങ്ങനെ എടുക്കുക എന്ന് ഖുർആനിലുണ്ടോ? ഉളു എടുക്കാമെന്ന് ഖുർആനിലുണ്ട്. പക്ഷെ മുഖം കഴുകണം, മുൻകൈ, ഇതുണ്ട് ഖുർആനിൽ, അല്ലേ? ഫൈദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വൈദ്യക്കുന്നുണ്ട്. പക്ഷെ അത് ഉളുവിന്റെ രീതി, അതിന്റെ വെള്ളത്തിന്റെ രീതി, ഏത് വെള്ളം കൊണ്ടായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതിന്റെ ഫർള് എന്താണ്, ഷർത്ത് എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അതേപോലെ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്ന് ഖുർആനിലുണ്ടോ? പരിശുദ്ധ ഖുർആൻ തന്നെ തർഫൈൻ നഹാരി വസുലഫ മിനൽ ലൈൽ എന്നാണ്. ഈ വിഷയത്തിലാണ് 3 വക്ത് നിസ്കാരക്കാർ പോലും ഖുർആനെ തെളിവ്
ഖുർആനിൽ നിന്ന് തെളിവെടുത്തിട്ട്. ഇപ്പൊ ചേകന്നൂർ എന്ന് പറഞ്ഞ ഒരു മൗലവി വന്നിരുന്നു നമ്മുടെ നാട്ടില്. ചേകന്നൂർ നമുക്ക് പിന്നെ പറയപ്പോ അതിനെ കുറിച്ച് സ്ഥാപിച്ചു ചോദിക്കില്ലേ, അതെ. അപ്പം സമയമില്ല, നമുക്ക് അത്താഴം കഴിക്കട്ടെ. അപ്പം സ്വാഭാവികമായിട്ടും ചേകന്നൂരിസം പോലെ അതിന്റെ മുമ്പ് ചേകന്നൂർ ആദ്യമായിട്ട് കൊണ്ടുവന്ന ചേകന്നൂരിൽ നിന്ന് ആദ്യമായി കൊണ്ടുവന്ന ഒരു ആശയമൊന്നുമില്ല 3 വക്ത് നിസ്കാരം. അത് ഷറഫുദ്ദീൻ അല്ലാം എന്ന് പറഞ്ഞ മുമ്പ് ഒരു ബിദ്അത്തുകാരൻ, പഴയ കാലത്ത് വന്നൊരു ബിദ്അത്തുകാരൻ ആദ്യമേ പറഞ്ഞു വെച്ച ആ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഖുർആന്റെ പ്രയോഗങ്ങൾ ചിലപ്പോൾ 3 നിസ്കാരം അത് പഠിച്ചിട്ടില്ലെങ്കിൽ, മുഫസ്സിറുകൾ തഫ്സീർ ചെയ്തതിന് അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ 5 വക്ത് നിസ്കാരം എന്ന് പോലും പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഖുർആൻ മാത്രമായിട്ടോ ഹദീസ് മാത്രമായിട്ടൊന്നും നമുക്ക് എന്താക്കാൻ കഴിയില്ല, ഇബാദത്തുകൾ എടുക്കാൻ കഴിയില്ല. എന്ന ആയത്തോതിയിട്ടാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അദ്ദേഹം പ്രവാചകനാണെന്ന് വാദിക്കുന്നത്. ഇങ്ങനെ ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ വന്ന ആളുകൾ മുഴുവനും ഖുർആനും സുന്നത്തുമാണല്ലേ. ചേകന്നൂർ ഉണ്ടാക്കിയത് എന്താ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയാണ്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര്. അപ്പൊ എല്ലാവരും ഖുർആന്റെ ആളുകളാണ്, സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയും. എന്നിട്ട് മദ്ഹബിനെ ഹി സിക്കാത്ത എന്നൊക്കെ പറഞ്ഞ കവിതയും ചൊല്ലിയിട്ട് നമ്മൾ ഈ മദ്ഹബൊന്നും പാടില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. പണ്ട് വേറൊരു കാര്യത്തിന്, അഥവാ ഇന്ത്യയിലെ പരസ്പരമുള്ള പോരിനെ, മതങ്ങൾ തമ്മിലുള്ള വൈര്യത്തെക്കുറിച്ച് ഇക്ബാൽ പറഞ്ഞതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് സാധാരണ അവരെ പ്രസംഗത്തിൽ പറയാറുണ്ട്. ഇതൊക്കെ ഇത്തരം കവിതകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇസ്ലാം, അതുകൊണ്ട് ഇസ്ലാം ഒന്നേ ഉള്ളൂ, ഖുർആനേ ഉള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. ഖുർആനും സുന്നത്തും അതൊന്നേ ഉള്ളൂ. പക്ഷേ ചിന്തിക്കുവാനും പഠിക്കുവാനും ആലോചിക്കുവാനും എങ്ങനെ ചിന്തിക്കണം, ശാസ്ത്രീയ സത്യങ്ങൾ. ഇപ്പൊ നമ്മൾ സൂറത്തുൽ മുൽക്കൊക്കെ മസാബീഹു ദുനിയ, ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഖുർആനും ശാസ്ത്രവും ഒക്കെ പഠിക്കാൻ പറയുന്ന ഒരു മതം. ആ മതത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് സൗന്ദര്യം. ഒരു പൂവാടിയിൽ ഒരേ പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് സൗന്ദര്യം അതിനുള്ളത്? ഒറ്റ പുഷ്പമുള്ള ഒരു പൂവാടിക്ക് സൗന്ദര്യമില്ല. അവിടെ റോസാപ്പൂക്കൾ വേണം, മല്ലികാ പൂക്കൾ വേണം, വ്യത്യസ്ത പുഷ്പങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് വൈവിധ്യത്തിലാണ് സൗന്ദര്യം, ഡൈവേഴ്സിറ്റിയിലാണ്. അതാണ്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും, പക്ഷെ അത് കരുതിയിട്ട് ഖുർആനും ഹദീസും വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ. ഒരു ഇമാമിന്റെ ഇപ്പൊ ഈ 4 മദ്ഹബിലും പരിശുദ്ധ ഖുർആന് വിരുദ്ധമായ കാഴ്ചപ്പാട് വരൂല. അപ്പൊ പറയും അങ്ങനെ അപ്പൊ ഒന്നല്ലേ ശരിയാകുള്ളൂ എന്ന് പറയും. അങ്ങനെ വിവരമില്ലാത്ത ചില ആൾക്കാർ അപ്പൊ അതിനാണ് ഞാൻ ഒരു ഉദാഹരണം, ഖുർആന്റെ ഉദാഹരണം പറയാം. ഇത് ഞാൻ ഒറ്റ സാമ്പിളിന് ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ മുമ്പൊക്കെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഒരു സ്ഥലത്തേക്ക് ബനൂ ഖുറൈള ബനൂ നദീർ സംഭവത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക് അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സഹാബത്തിനുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്മൾ നേരത്തെ സഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറെ പറഞ്ഞല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു എത്രത്തോളം തയമ്മും എന്ന മസ്അലയെക്കുറിച്ച്, തയമ്മുമിനെ കുറിച്ച് ആർക്കറിയില്ലായിരുന്നു? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ്. ആരാ? ലോകത്ത് റസൂലുള്ളാഹിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ നന്നായി സഹവസിച്ച ഒരാളിൽപ്പെട്ട ഒരാളാണ് ആര്? സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനും പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്കും അറിയാത്ത വിഷയം ആർക്കാണ് അറിഞ്ഞിരുന്നത്? അമ്മാർ റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പൊ സഹാബാക്കൾക്കിടയിൽ തന്നെയുള്ള ഇൽമ. അപ്പൊ ഖുർആനും ഹദീസും അവർക്കൊക്കെ ഓരോ കാഴ്ച. സഹാബാക്കൾക്കിടയിൽ വ്യത്യസ്ത മദ്ഹബ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു വലിയില്ലാത്ത നിക്കാഹിന്റെ പേരിൽ. അഥവാ ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് യാത്ര പോയി. സിറിയയിലേക്ക് പോയ സമയത്ത് അവരുടെ മകൾ ഹഫ്സ ബിൻതു അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിനെ ആര് കല്യാണം കഴിച്ചു കൊടുത്തു? ആയിഷ റളിയല്ലാഹു അൻഹ. ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു? മുൻസിർ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ആ തുഫ്താത്തു മിസ്ലി ഫി ബനാത്തി, എന്നെപ്പോലുള്ള ആളുകളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമോ എന്നൊരു രീതിയിൽ അത്ഭുതം കൂറി. അപ്പം ആ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാരെ ചർച്ച പറയാണ്. ഫി മദ്ഹബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മദ്ഹബിൽ അത് കുഴപ്പമില്ലായിരുന്നു എന്നാണ് അവരുടെ ചിന്ത. അപ്പൊ ഇങ്ങനെ സഹാബാക്കൾക്കിടയിൽ തന്നെ ഓരോ വിഷയത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ്, ഇതൊന്നും പഠിക്കാത്ത ആളുകളാണ് ഒരു മദ്ഹബിലുള്ളൂ, ഒരു ഖുർആനല്ലുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതെ, പല ആളുകളും ചിലപ്പോൾ കമന്റിൽ ഇങ്ങനെ ഇടാറുണ്ട്. മദ്ഹബുകളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഇപ്പോൾ ഷാഫി മദ്ഹബിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, ഹനഫി മദ്ഹബിൽ അതങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണോ മദ്ഹബ്? നബിത്തങ്ങൾ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് മദ്ഹബിന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ.
നബി ഖുറാനിലും ഹദീസിലും എന്താണ് അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നില്ല എന്ന് ചിന്തിക്കുന്നത്. അവര് ഒരു ഹദീസും വായിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം. കാരണം എന്താ പറയുക, ഒരേ വിഷയത്തിൽ തന്നെ ഹദീസുകൾ വ്യത്യസ്തമായി കാണാം. ഇപ്പോൾ ആ ഹദീസ് ലഈഫാണോ സഹീഹാണോ ഇതിനൊക്കെ ഒരുപാട് മാനദണ്ഡം പഠിക്കണം. ഇതൊന്നും പഠിക്കാതാണ്ട് പറയുക. ആർക്കാ ഇതൊക്കെ മനസ്സിലാക്കുക? നമ്മൾ പണ്ഡിതന്മാരെ പിൻപറ്റാതെ ഇപ്പൊ ഹദീസുകൾ തന്നെ ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ വ്യത്യസ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വട്ടം തല തടവി എന്ന് കാണാം, 3 വട്ടം തല തടവി എന്ന രീതിയിൽ കാണാം. അപ്പോൾ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഒരു അപ്പോൾ ആ ഹദീസിന്റെ സിഹത്ത് നോക്കണം, ആ ഹദീസിന്റെ ളുഅഫ് നോക്കണം, അതിലെ റുവാത്തിനെ നോക്കണം. ഇപ്പം മാസാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫി സുബ്ഹി ഹത്താ ഫാറഖ ദുനിയ എന്നൊരു ഹദീസ്. അപ്പോൾ ആ ഹദീസ് അംഗീകരിക്കാൻ പറ്റൂല എന്നൊരു വിഭാഗം എടുക്കും. സുബഹിയിലെ കുനൂത്തിനെ കുറിച്ചുള്ള പറഞ്ഞ ഒരു വിഭാഗം അംഗീകരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയങ്ങളും നോക്കി ഈ ഹദീസും ഈ ഖുർആനൊക്കെ നോക്കി ഗവേഷണം നടത്തിയിട്ട് ഈ സാധാരണക്കാരായ ആളുകൾ എന്താ അവർ മനസ്സിലാക്കേണ്ടത്? അവർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? അതിനെക്കുറിച്ചൊരു വിവരവും ഇല്ല എന്നാണ്. വിവരമുള്ളവർ വിശാലമായ കാഴ്ചപ്പാടായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ചില പണ്ഡിതന്മാർ എങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് കരുതിയിട്ട് ഒന്നും അതൊക്കെ ഒരു വിശാലമായ കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതെ, സ്വാഭാവികമായിട്ടും. അത് നമ്മളിപ്പോൾ ഇത്ര ചിന്തിച്ചാൽ മാത്രം മതി. നമ്മളൊക്കെ ഇപ്പോൾ ബിസി ലൈഫാണ്, തിരക്ക് പിടിച്ച ലൈഫിനിടയിൽ നമ്മൾ എത്ര പഠിച്ചാലും അന്നത്തെ മഹാന്മാര് അവരവരുടെ ജീവിതം മൊത്തം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഗവേഷണം ചെയ്ത് പഠിച്ച് അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയതാണ്. അപ്പൊ അവരെത്ര അറിയോ ഒരിക്കലും നമുക്ക് എന്തായാലും അവരുടെ ഉണ്ടാവില്ല അല്ലെ? അതെ അതെ അതെ. 3 മണിയായല്ലേ? ഒരു 3:10 ആകുമ്പോഴത്തേനും അവർക്കുള്ള അത്ര അറിവ് ഒരിക്കലും നമുക്ക് എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പൊ ചില ആളുകളൊക്കെ പറയും നമുക്കല്ലേ സെർച്ചിങ് എഞ്ചിൻ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കഴിയും. ഷെയ്ഖ് ഗൂഗിളിനോട് ഫത്വ ചോദിച്ചൂടെ? നമ്മൾ അങ്ങനെ ചെയ്യൂടെ? അൽബാഹിസ്, ഖുർആന്റെ അൽബാഹിസ് ഉണ്ട്, അതുപോലെ മക്തബത്തുൽ മിഷ്കാത്ത് ഉണ്ട്. ഇങ്ങനെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കല്ലേ കൂടുതൽ ഇൽമെന്ന്. പക്ഷെ അവർക്കൊന്നും മുൻഗാമികളുടെ ഇൽമിനെ കുറിച്ചോ അവരുടെ രീതി. ഇപ്പോൾ ചിലപ്പോൾ പരിശുദ്ധ റമദാനിൽ 3 ഖത്തം അല്ലെങ്കിൽ ഒരു ദിവസം 2 ഖത്തം തീർത്തവർ, ഒരു ദിവസം 1 ഖത്തം തീർത്തവരെന്നൊക്കെ പറയുമ്പോൾ പരിഹസിക്കാറുണ്ട് പല ആളുകളും. പക്ഷേ അവർ മുൻഗാമികളെ കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണ്. മുൻഗാമികൾക്ക് നമ്മളെപ്പോലെ ആയിരുന്നില്ല, വലിയ അസ്മുള്ളവരായിരുന്നു. അവർക്ക് ഒരൊറ്റ സമയം വേറെ ഒരു ജോലി അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ ഇതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വേഗത്തിൽ ഓതാനും, അതുപോലെ നമ്മൾ ഒരു കാര്യം നമ്മൾ കൃത്യമായി ചെയ്ത സ്പീഡിൽ ഓതാൻ കഴിയും, സ്പീഡ് കൂടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ ചിന്താശേഷി കുറഞ്ഞത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അത് നേരത്തെ ഉസ്താദ് പിന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു. അതായത് നേരത്തെ ഉസ്താദ് പറയുമ്പോൾ പറഞ്ഞിരുന്നു അന്ന് 10 ലക്ഷം ഹദീസുകളൊക്കെ ഷാഫി ഇമാമിനെ പോലെയുള്ള മഹാന്മാർ മനഃപ്പാടമാക്കിയിരുന്നു. ഇന്ന് 10,000-ന് താഴെയുള്ളൂ. അത് എന്തുകൊണ്ടാണ് ഇന്ന് അത്രയും ഹദീസുകൾ ഇല്ലാത്തത്? ഹദീസുകൾ ഒരിക്കലും നഷ്ടപ്പെട്ട് നമ്മൾ പരിശുദ്ധ ഖുർആനെ ആരാണോ ഇറക്കിയത് അതേ അള്ളാഹു പരിശുദ്ധ ഖുർആനെ സംരക്ഷിച്ചു. എന്നാൽ ഖുർആന്റെ വ്യാഖ്യാനമായി വന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ അംഗീകാരങ്ങൾ, അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതെല്ലാം പിൽക്കാലത്ത് പണ്ഡിതന്മാർ ശേഖരിക്കുകയും അത് ശേഖരിച്ച് വെക്കുകയും ചെയ്തു. ഇതിൽ 10 ലക്ഷം ഹദീസ് എന്ന് പറയുമ്പോൾ അന്ന് അത് പ്രചാരത്തിലായെങ്കിൽ അതിൻ്റെ ഒരു മസ്അലയും നഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം അക്കാലഘട്ടത്തിൽ മുദവ്വനാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഹദീസ് എന്ന നിലക്ക് അതിൻ്റെ ക്രോഡീകരണത്തിൽ ചിലപ്പോൾ ആ കാലത്തെ ആലിമീങ്ങൾക്ക് കിട്ടിയത് മുഴുവനും പിൽക്കാലത്ത് കിട്ടിയില്ല എന്ന് മാത്രം. എന്നല്ലാതെ അത് നഷ്ടപ്പെട്ടു എന്നല്ല. അതിൻ്റെ ആവശ്യമുള്ള ഇൽമിയായ വശം ഫിഖ് എന്ന രീതിയിൽ ഹദീസുകളുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മൾ ഹദീസ് തിരയുമ്പോൾ കിട്ടൂല. പക്ഷെ ഫിഖ് എന്ന രീതിയിൽ, മറ്റു രീതികൾ എന്ന രീതിയിൽ, തസവൂഫിൻ്റെയും ഫിഖഹിൻ്റെയും അതുപോലെ തന്നെ ഇൽമുൽ ബയാനിൻ്റെയും താരീഖിൻ്റെയും ഒക്കെ രീതിയിൽ അത് ക്രോഡീകരിക്കപ്പെട്ടു എന്ന് മാത്രം. അതെ, മാഷാ അല്ലാഹ്. ഏതായാലും തസവൂഫ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായി. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു തസവൂഫിന്റെ വീഡിയോ ത്വരീഖത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പലരും ആവശ്യപ്പെടുന്നുണ്ട്. ത്വരീഖത്തിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ അഖീദന്റെ വിഷയത്തിലും ഈ നമ്മുടെ ഈ മദ്ഹബ് പോലെ തന്നെ അശ്അരി അഖീദയിൽ 2 മദ്ഹബുണ്ട്. ഒന്ന് അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ, മറ്റൊന്ന് അബൂ മൻസൂർ അൽ മാതുരിദി തങ്ങൾ. അത് രണ്ടും നമുക്ക് മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും അതിന്റെ ഫിർഖത്തിനെ പറ്റി നമുക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ 4 മദ്ഹബിന്റെയും അയിമ്മത്തിനെ പറ്റി ഒരല്പം ഹ്രസ്വമായി പറയാമോ? അവരുടെ ജീവിതത്തിൽ വല്ല സൂക്ഷ്മമായ ഏതെങ്കിലും അനുഭവങ്ങളോ മറ്റും? മാഷാ അല്ലാഹ്, ഈ മഹാരഥന്മാരായ അയിമ്മത്തൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഏറെ കഷ്ടപ്പെട്ട ആളുകളാണ്. ജീവിതം മുഴുവനും പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി സമർപ്പിച്ചവരാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാരാഗ്രഹത്തിൻ്റെ കാരിരുമ്പഴികൾക്കുള്ളിൽ കാലങ്ങളോളം കഴിയേണ്ടി വന്ന മഹൽ വ്യക്തിത്വമാണ്.
10 വർഷത്തോളം മഹാനവറുകൾ ജയിലിലടക്കപ്പെട്ടിരുന്നു. എത്രത്തോളം ഒരുപാട് അടികൾ ചെമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടിട്ടുണ്ട് മഹാനായ സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. എത്രത്തോളം അദ്ദേഹം നടന്നു പോകുമ്പോൾ പറയും, ഇദ്ദേഹം ഇശാ നിസ്കരിച്ച അതേ ഉളൂ കൊണ്ടാണ് സുബഹി നിസ്കരിക്കാറെന്ന്. കാരണം അത്രമാത്രം വൈജ്ഞാനിക മേഖലകളിലും ഇൽമിൻ്റെ മേഖലകളിലും ഇബാദത്തിൻ്റെ മേഖലകളിലും ജീവിച്ച മഹാനായിരുന്നു സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി. അദ്ദേഹത്തെക്കുറിച്ച് മാത്രം നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പം നമ്മുടെ വിഷയം അതല്ലല്ലോ. അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആരായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹു? മദീനയുടെ ആ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ ചെരുപ്പ് പോലും ധരിക്കൂല മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു. കാരണം ഞാൻ ഈ നടക്കുന്ന ഭൂമിയുടെ അടിയിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ കിടക്കുന്നത് എന്ന് പറഞ്ഞ് മഹാനവറുകൾ മദീനയിൽ ചെരുപ്പിടാത്ത മഹാനായിരുന്നു. മുത്തബി സുന്നയായിരുന്നു. ഓരോ ഹദീസ് പറയുമ്പോഴും ഉളു എടുത്ത് ശരിക്ക് അത്തറ് തേച്ച് സുഗന്ധം പുരട്ടിയായിരുന്നു ക്ലാസ്സുകളിലേക്ക് പറയാറ്. ഓരോ സമയത്തും എന്തെങ്കിലും സംശയം വരുമ്പോൾ പെട്ടെന്ന് മഹാനവറുകൾ ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ട് അവിടെ നിന്ന് മഹാനവറുകൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടാണ് പലപ്പോഴും പല ഹദീസുകളും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നത് എന്ന് കാണാം. അദ്ദേഹവും ഒരുപാട് വിഷയത്തിൽ പല പീഡനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ മേഖലകളിലും അദ്ദേഹം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചില രാജാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഫത്വ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അതിനൊന്നും സമ്മതിക്കാതെ എത്രത്തോളം പല പ്രീണനങ്ങളും അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടും ഒരു പ്രീണനങ്ങളിലും വശംവദനാകാതെ അഹ്ലുസുന്ന വൽ ജമാഅക്ക് വേണ്ടി ജീവിച്ച മഹൽ വ്യക്തിത്വമാണ് സയ്യിദുന മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതിലേറെ വലിയൊരു മുതലാളിയുമായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. ഒരിക്കൽ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് അദ്ദേഹം ഒരു മലഞ്ചെരുവിലാണ്. ആ മലഞ്ചെരുവിൽ 100-100ഓളം ഒട്ടകങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ 100 ഒട്ടകങ്ങൾ കുതിരകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ബെൻസ് കാറുകളൊക്കെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ ഏറ്റവും വലിയ വാഹനങ്ങളാണല്ലോ. നല്ല പവിത്രമായ നല്ല സ്റ്റാൻഡേർഡ് കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ ഉടമയായ നല്ലൊരു പണക്കാരൻ കൂടിയായിരുന്നു. കാരണം എന്താ, നമ്മൾ സമ്പത്ത് പണ്ഡിതന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നിഅമൽ മാലു സ്വാലിഹു ലിർറജുലി സ്വാലിഹ്. നല്ല സമ്പത്ത് സ്വാലിഹായ മനുഷ്യനുണ്ടായാൽ അത് എത്ര നന്നായിരുന്നേനെന്ന് മഹാനായ അംറു ഇബ്നുൽ ആസ്, താങ്കളെ സൂചിപ്പിച്ചല്ലോ, ഈജിപ്തിൽ ദഅവത്ത് നടത്തിയ മഹാനായ അംറു ഇബ്നുൽ ആസ്, ഫുസ്താത്തിൻ്റെ ഉടമയായ ഈജിപ്തിൽ അദ്ദേഹത്തിൻ്റെ പള്ളി ആഫ്രിക്കയിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പറയാം. ഈജിപ്തിൽ അദ്ദേഹത്തിൻ്റെ പള്ളി, ആ ഫുസ്താത്തിൻ്റെ നായകൻ അതെ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹൽ വ്യക്തിത്വമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയായിരുന്നു. എന്നാൽ അതുപോലെ അദ്ദേഹം വലിയ നല്ല രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നാലോ ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ ജീവിച്ചയാളാണ്. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്രീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഗസയിലെ, ഇന്ന് അടിപിടി നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിലെ ഖാളിയായിരുന്നു. ഗസയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ കേവലം 2 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ്, എൻ്റെ മകന് ബാപ്പയില്ലാതെ ഇവിടെ വളരുമ്പോൾ തറവാട് ഏതാണെന്നറിയാതെ ജീവിക്കേണ്ടി വരും, അത് പലപ്പോഴും എൻ്റെ കുട്ടിയുടെ വളർച്ചയ്ക്ക് ബാധിക്കുമെന്ന് കരുതിക്കൊണ്ട് ആ കുട്ടിയെ താങ്ങി പിടിച്ചുകൊണ്ട് ഒരു സംഘം യാത്രക്കാരുടെ കൂടെ കുടുംബക്കാരുടെ ഒരു പിന്തുണയുമില്ലാതെ ഒരു കൂട്ടം സ്ത്രീകളുടെ കൂടെ ഗസയിൽ നിന്ന് 1000-ലേറെ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് മക്കയിലേക്ക് വന്നു. മക്കയിൽ അവർ വന്നപ്പോൾ അവർക്ക് വീടില്ല അവിടെ ജീവിക്കാൻ. കാരണം ഉപ്പ പോയതോടുകൂടെ വീടൊന്നും ഇവിടെയില്ല. അവസാനം ഒരു ചെറിയ വീട് വാടകക്കെടുത്തു. ഈ കുട്ടി അവിടെ വളർന്നു. അങ്ങനെ ആ മലഞ്ചെരുവിലേക്ക് ഭാഷ പഠിക്കാൻ വേണ്ടി ഉമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം മക്കളെ ബോർഡിങ്ങിൽ കൊണ്ടുപോയാക്കുന്ന പോലെ, നമ്മൾ ബോർഡിങ്ങിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന പോലെ ആ ഉമ്മ ചെറിയ കുട്ടിയെ ബതുക്കളുടെ കൂടെ കൊണ്ടുപോയിട്ടു. എന്തിന്? അറബി ഭാഷ ശരിയായി പഠിക്കാൻ. അതിനുശേഷം കുട്ടി വന്നു. ഉമ്മയും മകനും കൂടി വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. കാരണം അന്ന് ഇതുപോലെ പേപ്പറുകളില്ലല്ലോ, അതുപോലെ കടലാസുകളില്ല. അതുകൊണ്ട് തന്നെ എഴുതാൻ വേണ്ടി പലകകളുടെയും എല്ലുകളുടെയും പുറത്തൊക്കെ എഴുതി വെച്ച് വീട് മുഴുവനും, ചെറിയ വീടാണ് വാടകക്കെടുത്തത്, അത് നിറഞ്ഞു പോയപ്പോൾ മാതാവ് പറഞ്ഞു, നമുക്കിനി കിടക്കാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾ ചിന്തിച്ചു, പടച്ചോനെ, എൻ്റെ ഉമ്മ ഞാൻ കൊണ്ടുവന്ന വെച്ച സാധനം കൊണ്ടല്ലേ
പുറത്തു പോയി കിടക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ പാടില്ല, നിങ്ങൾ ഇവിടെ തന്നെ കിടക്കണം, ഞാനിതൊക്കെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അത് ഇൽമാണ്, ഞാനും നീയും പുറത്ത് കിടന്നാലും വേണ്ടിയില്ല, നമുക്ക് ഇൻഷാ അള്ളാഹ് പുറത്ത് കിടക്കാം, ഇൽമിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. അതോടെ ആ ചെറിയ കുട്ടി ഒരു തീരുമാനം എടുക്കുകയാണ്, ഇത് മുഴുവനും ഞാൻ കാണാതെ പഠിക്കും. ആ എഴുതി വെച്ച മുഴുവൻ കാര്യങ്ങളും ഹിഫ്ളാക്കി അവസാനം ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോളൂ, ഇതിൽ എഴുതി വെച്ച എന്ത് കാര്യവും എന്നോട് ചോദിച്ചോളൂ, അത് അതേപടി ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. അങ്ങനെ ഉമ്മ ഉറപ്പിച്ച ശേഷമാണ് അവർ താമസിക്കുന്ന വീട് പോലും ആ എല്ലുകളും പലകകളുമൊക്കെ കത്തിച്ച് കളഞ്ഞ് ഒഴിവാക്കിയത്. ഇങ്ങനെ ഒരുപാട് സൂക്ഷ്മതയുള്ള മഹൽ വ്യക്തിത്വമായിരുന്നു. എത്രത്തോളം മഹാനായ മാലിക് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ മറ്റുള്ള ശിഷ്യന്മാരൊക്കെ പെന്ന് കൊണ്ട് എഴുതുമ്പോൾ മഹാനവറുകൾ എഴുതുന്ന പോലെ കാണിക്കും. കാരണം പേന വാങ്ങാൻ കാശില്ല, അതുപോലെ എഴുതാനുള്ള സാധനങ്ങൾ സ്ലൈറ്റ് വാങ്ങാനുള്ള കാശില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെ എഴുതുന്ന പോലെ കാണിക്കും. പക്ഷേ അത് മുഴുവനും ഹിഫ്ളായിരുന്നു. പലപ്പോഴും മാലിക് റളിയല്ലാഹു അൻഹു ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവസാനം ആ ഷാഫിഈ തങ്ങളും നജ്റാനിലേക്ക് പോയപ്പോൾ എത്രയെത്ര പീഡനങ്ങൾ, ചെമ്മട്ടി കൊണ്ടടിക്കപ്പെട്ടു. പലപ്പോഴും നജ്റാനിൽ നിന്ന് ഷിയായാണെന്ന് പറഞ്ഞുകൊണ്ട് ഷീഈ വിശ്വാസിയാണെന്ന് കൊണ്ട് അദ്ദേഹം ആട്ടി ഓടിക്കപ്പെട്ടു. ഇങ്ങനെ എത്രയെത്ര പീഡന താടനങ്ങൾ. ആരായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു? ലോകത്ത് സൂക്ഷ്മതയുടെ നെറുകുടവും അതുപോലെ ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും വലിയ ഒരു വിപ്ലവകാരിയുമായിരുന്നു. ഖുർആൻ ഖാലിഖ് വിപ്ലവം, അഥവാ ഖുർആൻ സൃഷ്ടിയാണ്, അത് മനുഷ്യ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണെന്ന രീതിയിലുള്ള വലിയ ഒരു വിപ്ലവമുണ്ടായിരുന്നു. ആ വിപ്ലവത്തിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന വാദത്തിൽ അടിയുറച്ച് നിന്നതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൻ്റെ കാര്യരുമ്പഴികൾക്കുള്ളിൽ അദ്ദേഹത്തിനും കഴിയേണ്ടി വന്നു. ധാരാളം അടികിട്ടി. ഇങ്ങനെ ഒരുപാട് പീഡന താടനം സഹിച്ചുകൊണ്ട് ജീവിതം മുഴുവനും പരിശുദ്ധ ദീനിനും ദഅവത്തിനും ഇൽമിനും വേണ്ടി ജീവിച്ച മഹാരഥന്മാരാണ് ഇവരെല്ലാം. ഇവരെ പറ്റിയൊക്കെ പിന്നീട് ഓരോരുത്തരെ കുറിച്ചും വിശാലമായിട്ട് നമുക്ക് പഠിക്കുകയും ആളുകൾക്ക് പകർത്തി കൊടുക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആളുകൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സീരീസുകളൊക്കെ അവൈലബിൾ ആണ്. ഹംബലി ഇമാമിനെ പറ്റിയിട്ടും മറ്റുള്ളതൊക്കെ സീരീസുകൾ അവൈലബിൾ. പിന്നെ ഉസ്താദ് പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി അവസാനത്തെ ഞാൻ ചോദിക്കാൻ വിചാരിച്ചു. അതായത് ഉസ്താദ് പറഞ്ഞു മാലിക് ഇമാം ഏറ്റവും വലിയ സമ്പന്നനും കൂടിയായിരുന്നു എന്നുള്ളത്. നമ്മുടെ പ്രശ്നം പറഞ്ഞാൽ അവർ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളാണ് കൂടുതൽ പറയാല്. അത് ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന സാഹിദായിട്ട് ജീവിച്ചു, പ്രപഞ്ച പരിത്യാഗിയായിട്ട് ദുനിയാവിലൊന്നും നേടിയിട്ടില്ല, അങ്ങനെയൊക്കെയാണ് സാധാരണ ചരിത്രങ്ങൾ പറയാറുള്ളത്. അപ്പോൾ ഇസ്ലാമിൽ പണക്കാരുടെ ചരിത്രങ്ങളുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളെ പോലെ. പരിശുദ്ധ ഇസ്ലാമിൽ ഉലമാക്കളിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ ധനികരുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതുപോലെ ഒരു പണ്ഡിതന് ധനമുണ്ടാകുമ്പോൾ അത് വളരെ നല്ലതാണെന്ന് പറയുന്ന കാഴ്ചപ്പാട് നമ്മൾ പലപ്പോഴും. എന്നാലോ പണ്ഡിതനൊരിക്കലും ധനമല്ല മാനദണ്ഡം. മാത്രമല്ല താങ്കൾ പറഞ്ഞു പ്രപഞ്ചത്യാഗി എന്ന് പറഞ്ഞ പലരും മനസ്സിലാക്കിയത് എന്താ, ഉള്ളത് മുഴുവനും ഒഴിവാക്കണം എന്നാ. മറിച്ച് അങ്ങനെയല്ല. നിന്റെ ഹൃദയത്തിന് മുതലുമായുള്ള ബന്ധം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ സമ്പത്ത് ഉണ്ടാവാതിരിക്കല്ല, മറിച്ച് ഒക്കെ സമ്പത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുക. ഈ ഒരു ഹൃദയവും സമ്പത്തുമായി ബന്ധം ഉണ്ടാകാൻ പാടില്ല. അതാണ് സുഹൃദ്. എന്നല്ലാതെ ഉള്ളത് മുഴുവനും വലിച്ചെറിയുകയും ഒഴിവാക്കുകയും ചെയ്യലല്ല സുഹൃദ്. അത് നമ്മൾ തെറ്റിദ്ധരിക്കലാണ്. അതുകൊണ്ട് പ്രപഞ്ചത്യാഗി എന്ന് പറയുമ്പോൾ മുതലില്ലാത്ത ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. വലിയ വലിയ സമ്പത്തുള്ള ഒരുപാട് ഉലമാക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമ്പത്തുമായി നമ്മുടെ ഹൃദയം ബന്ധപ്പെടരുത് എന്ന് മാത്രം. സഹാബാക്കളുടെ കൂട്ടത്തിൽ ധനികരുണ്ട്, വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ധനികരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഉലമാക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും മാനദണ്ഡം അവരുടെ തഖ്വയും വറഉമാണ്. സമ്പത്ത് ഒന്നിൻ്റെയും മാനദണ്ഡമല്ല. ഏതായാലും മാഷാ അല്ലാഹ് ഒരുപാട് സമയം മദ്ഹബിനെ പറ്റി ഉസ്താദ് വളരെ നല്ല രീതിയിൽ വിവരിച്ചു. ഏതായാലും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വല്ല ഡൗട്ടുകളും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും നല്ല വിഷയങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്, രാത്രി അത്താഴത്തിന് പോകാനായിട്ടുണ്ട് അല്ലേ? 86 ഏതായാലും ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുപോലെ ഒരുപാട് 10-40ഓളം ഇന്റർവ്യൂകൾ ഉസ്താദായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് ഉസ്താദിൻ്റെ കൂടെയുള്ള എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ കയറിയാൽ എല്ലാ വീഡിയോകളും ഷിയാക്കളെ കുറിച്ചിട്ടും ഇസ്ലാമിൽ എന്താ പറയുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇന്റർവ്യൂകൾ ചരിത്രങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. വളരെ അമൂല്യമായ പലയിടത്തും നമ്മൾ എന്താ പറയുക കേട്ടുകൾ മലയാളത്തിൽ കൂടുതൽ ആരും ചെയ്യാത്ത കണ്ടന്റുകളാണ് കൂടുതൽ നമ്മൾ അറബിക്കിൽ മാത്രമുള്ളത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്
അതേപോലെ തന്നെ അടുത്ത് തന്നെ സൗദി ഇൻഡോ ട്രിപ്പ് ഉണ്ട് അല്ലേ? ഇൻഡോ ട്രിപ്പ് ഉണ്ട്, നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ് ഉണ്ട് 25. അതേപോലെ പെരുന്നാളിന് നമ്മുടെ സൗദി ഹിസ്റ്റോറിക്കൽ ലാൻഡ് ട്രിപ്പ് ഉണ്ട്. അതെ, ഉസ്ബെക്കിസ്ഥാനിലേക്ക്. അതേപോലെ നമുക്ക് ഇൻഷാല്ലാ ഈ റമദാനിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെ റമദാൻ 25 നടന്ന ഐനു ജാലൂത്ത്, ആ ജാലൂത്ത് യുദ്ധത്തെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാവരും റമദാനിൽ ബദർ മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ബദർ മഹത്തായ യുദ്ധമാണ്, കാരണം അത് സംഭവമാണ്. എന്നാൽ ബദറിനെ പോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ് ജാലൂത്ത് യുദ്ധം. അതിനെക്കുറിച്ച് ചെങ്കിസ്ഖാന്റെ പടയോട്ടം. ഏതായാലും അപ്പോൾ ഉടനെ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും ഉസ്താദിന്റെ കോൺടാക്ട് നമ്പർ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ് ഇത് ഏപ്രിൽ 25-നാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ അതിനും GCC ഒന്നും നാട്ടിൽ നിന്നൊക്കെ വരാവുന്നതാണ് അല്ലേ? ഇൻഷാല്ലാ. ഓക്കെ, എനിവേ അപ്പോൾ ഈ വിലയേറിയ അറിവുകൾ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉസ്താദിന്റെ ട്രാവൽസിന്റെ പറയാം, ട്രാവൽസിന്റെ നമ്പർ ഞാൻ ഉസ്താദ് അത് കൂടുതൽ എൻക്വയറീസ് വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഏതായാലും ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഈ ഏപ്രിൽ 25 ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് വരണം താല്പര്യം ഉണ്ടെങ്കിൽ, അതേപോലെ ഈ പെരുന്നാളിലുള്ള സൗദി ഇൻഡോ ട്രിപ്പിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സിംസാറിലൊക്കെ ഉസ്താദൊക്കെ അടുത്ത് നിങ്ങൾ ചെയ്ത് കൊടുത്തില്ല ഹിന്ദിനൊക്കെ മാഷാഅല്ലാ. അപ്പോൾ നിങ്ങൾക്കും യാത്ര ചെയ്യാവുന്നതാണ്. ഉസ്താദിന്റെ തന്നെ സ്വന്തം ട്രാവൽസ് ആയിട്ടുള്ള ഫ്ലൈസർ ട്രാവൽസിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാഹു ഖൈറാക്കട്ടെ. താഴെ സമയമാണ്, അല്ലാഹു ഖൈർ നൽകട്ടെ.